പക്ഷെ വളരെ പ്രാർത്ഥനയോടെ ദിവസം നമുക്കായിരിക്കാം. ഇന്ന് വളരെ ദൂരെ യാത്ര ചെയ്താണ് ഞാനും ഇവിടെ കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. ഞാൻ പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ വിളിക്കുന്ന എല്ലാ ഇടങ്ങളിലും പോകുവാനോ ഡേറ്റുകൾ കൊടുക്കുവാനോ സാധിക്കുന്നില്ല. കാരണം ഞാൻ വളരെ ദൂരേറിയ ഒരു സ്ഥലത്താണല്ലോ താമസിക്കുന്നത്. അതുകൊണ്ട് വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമേ ഞാൻ യാത്ര ചെയ്യാറുള്ളൂ. അതാണെങ്കിലും 1-2 ദിവസത്തേക്കൊക്കെയാണ് പലപ്പോഴും യാത്ര ചെയ്യുന്നത്. അനേക രാജ്യങ്ങളിൽ ഇന്ന് പ്രവർത്തനങ്ങൾ ഞാനൊരു അതിന് നേതൃത്വം കൊടുക്കുന്നതുകൊണ്ട് പലയിടങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഇന്ത്യ വരുന്നത് വളരെ ചുരുക്കമായിട്ടേ ഉള്ളൂ. സ്തോത്രം. എന്നാൽ വരുമ്പോഴൊക്കെ ഒത്തിരി പ്രാർത്ഥിച്ചും ദൈവം നടത്തിക്കൊണ്ട് മാത്രമേ ഞാൻ ഡേറ്റുകൾ കൊടുക്കാറുള്ളൂ. എനിക്ക് 100% അറിയാം വരുന്ന ഓരോ സമയത്തും ദൈവം എന്തെങ്കിലും പുതുത് ചെയ്തിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ ഞാനും പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. സ്തോത്രം. ആമേൻ. എനിക്കറിയത്തില്ല എന്താ ദൈവത്തിന് താല്പര്യമുള്ളത്. പക്ഷേ ഇന്ന് രാത്രിയിൽ, ഇന്ന് പകൽക്കാലം ദൈവമക്കൾ വിശ്വസിച്ചാൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം. ഞാനും നിങ്ങളുടെ കൂടെ അത് കാണുവാൻ എൻ്റെ ഹൃദയം കൊതിക്കുകയാണ്. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങൾ അതിശക്തമായ ദൈവാത്മാവിന്റെ പ്രവർത്തനങ്ങൾ പലയിടങ്ങളിൽ കാണുവാൻ ദൈവം ഇടയാക്കുന്നു. സ്തോത്രം. ഞാൻ ഇങ്ങോട്ട് വരുന്ന തൊട്ട് മുൻപേ എൻ്റെ തലേ ദിവസങ്ങളിൽ ദുബായിൽ നടക്കുന്ന മിഡിൽ ഈസ്റ്റ് ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞ ഒരു വലിയ കോൺഫറൻസ് കഴിഞ്ഞ വർഷം നടന്ന് ഈ വർഷവും അത് നടക്കുന്നുണ്ട്. അതിൽ ശുശ്രൂഷ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നത്. അതിൻ്റെ ഒടുവിലത്തെ രാത്രി 2 ദിവസം ഞാൻ അവിടെ ഉള്ളായിരുന്നു. 2ാമത്തെ രാത്രി ഒരു വലിയ ആത്മപകർച്ച ജനത്തിന്മേൽ വ്യാപരിക്കാൻ തുടങ്ങി. ഈ ദിവസങ്ങളിൽ ഞാൻ കാണുന്നത് ഞാൻ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴും ഞാൻ മാറി നിൽക്കുകയുള്ളൂ. ദൈവാത്മാവ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നു. സ്തോത്രം. ദൈവാത്മാവ് തന്നെ ഇറങ്ങി വന്ന് വ്യക്തികളെ വിടുവിക്കുന്നു. സ്തോത്രം. ശക്തമായ ശുശ്രൂഷകൾ പകരുന്നു. സ്തോത്രം. ഇത് അനുസന്റെ ശുശ്രൂഷയല്ല, ഇത് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയാണ്. അത് വിശ്വ ദൈവമക്കൾ കൈകളൊന്ന് അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. ചിലർക്ക് ആകെ വാടി കൊലഞ്ഞിരിക്കുക. ഇന്ന് രാത്രി വിശ്വാസം മുഖത്തുനിന്ന് പ്രദർശിക്കപ്പെടട്ടെ. സ്തോത്രം. എത്ര ഒരു കുറപ്പുണ്ട്. ദൈവം വന്നാൽ ഇന്നിവിടെ കൂട്ട വിടുതലുകൾ നടക്കാൻ പോകുകയാണ്. അത് വിശ്വ ദൈവമക്കൾ സ്തോത്രം ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് മറ്റു സന്തോഷമുള്ളത്, ഞാൻ എൻ്റെ കൂടെ നിന്ന് ശുശ്രൂഷയെ സഹായിക്കുന്ന ഒരു ഗ്രൂപ്പിനെയാണ് എനിക്ക് പാടുവാൻ വേണ്ടി ലഭിച്ചിരിക്കുന്നത്. അവരും അതുപോലെ ഞങ്ങൾ ഒരുമിച്ചാണ് ഇന്ന് പകൽക്കാലം ശുശ്രൂഷിക്കാൻ പോകുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഞങ്ങൾ ഈ സ്റ്റേജ്, ഞങ്ങൾക്കറിയാം ഈ സ്റ്റേജ് മറ്റ് സ്റ്റേജുകളൊക്കെ കണക്കൂട്ടിയ കൊച്ചു സ്റ്റേജാണ്. എന്നാൽ ഇതിനകത്ത് പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് എത്രത്തോളം ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ പറ്റുമോ, എത്രത്തോളം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ, ഞങ്ങൾ ഇന്ന് പകൽക്കാലം എക്സ്പ്രസ് ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം. ഞങ്ങളുടെ അകത്ത് ആത്മപകർച്ച വ്യാപരിച്ചാൽ ഞങ്ങൾ ഇതിനെ തടഞ്ഞു നിർത്താൻ പോകുന്നില്ല. ഞങ്ങൾ തുറന്നു വിടാൻ പോകുകയാണ്. ആ തീരുമാന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ശക്തി തുറന്നു വിടുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന്റെ തൊട്ട് മുൻപേ പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങാൻ നിർത്ത് ദൈവദാസന്മാർ ഒരാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. പാസ്റ്റർ, ഈ പ്രാവശ്യം ചെല്ലുന്നിടത്ത് ഒരു പ്രത്യേക സംഭവം ദൈവം അയക്കാൻ പോകുകയാണ്. അനേകരുടെ ജീവിതത്തിൽ പുതുതായി ഒന്ന് ദൈവം ആരംഭിക്കാൻ പോകുകയാണ്. ഇത്രയും നാളും കണ്ട ശുശ്രൂഷയല്ല, ഇത്രയും നാളും കണ്ട വിടുതലുകളല്ല, ഇതുവരെയും കാണാത്ത ചില ശുശ്രൂഷകളും കാണാത്ത ചില അഭിഷേകവും ദൈവം ചില ജീവിതത്തിൽ തുറക്കാൻ പോകുകയാണ്. അത് ഓടും മടിയും കൂടാതെ വിശ്വസിച്ച് വിളിച്ചു പറഞ്ഞ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഇന്ന് പകൽക്കാൻ നമുക്കത് ഏറ്റെടുക്കാം. God is about to do something special, something new in the life of somebody. ഇന്ന് പകൽക്കാൻ ചില ജീവിതത്തിൽ പുതുതായി ദൈവം ചെയ്യാൻ പോകുകയാണ്. വിശ്വസ ഉറക്കെ ആമീൻ പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ. ഈ ദിവസങ്ങൾ പ്രാർത്ഥനയോട് നമുക്ക് ദൈവത്തിനായിരിക്കാമല്ലോ, വളരെ പ്രാർത്ഥനയോടെ. സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി കഴിയുമ്പോഴത്തെ ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ മറ്റു സഹോദരൻ ഈ പ്രാവശ്യം വന്നിട്ടുണ്ട്. എനിക്ക് 2 സഹോദരന്മാരാണ്. ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി ഓടിച്ച് താനും എത്തി. എൻ്റെ ഫാദർ വന്നിട്ടുണ്ട്. മാത്രമല്ല എൻ്റെ ഇൻലോസ് ഇന്ന് ഉച്ചയാകുമ്പോഴത്തേക്ക് ഇവിടെ കടന്നു വരും. പലരും ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഈ സമയങ്ങളൊക്കെ ഒത്തിരി സന്തോഷിക്കുന്ന സമയങ്ങളാണ്. ഒരുമിച്ച് മീറ്റിങ്ങിൽ പങ്കുകൊള്ളുവാനൊക്കെ ദൈവം ഇടയാക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒരു കാര്യം തുടക്കത്തിൽ പറയട്ടെ. നിങ്ങൾ തയ്യാറാണ് ഇത് കേൾക്കാൻ? ഇന്ന് രാത്രി മുതൽ നമ്മൾ ഒരു പൊതുയോഗത്തിലേക്ക് കടക്കാൻ പോകുക. ഇന്ന് രാവിലെ നിങ്ങളൊന്ന് ഒഴുക്കാനും കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആർ യു റെഡി? സ്വത്രം, സ്വത്രം, സ്വത്രം. അടുത്തിരിക്കുന്ന ആൾ പിണങ്ങിയാലും കുഴപ്പമില്ല. അവര് നിങ്ങൾക്ക് ജീവിതത്തിൽ വിടുതൽ കിട്ടിയാലും നിങ്ങളെ കുറ്റം പറയും, വിടുതൽ കിട്ടിയില്ലെങ്കിലും കുറ്റം പറയും. അവരെ പ്രസാദിപ്പിക്കാൻ നോക്കണ്ട. ഇന്ന് പകരം നിങ്ങളുടെ വിടുതൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ എന്ത് ചെയ്യേണ്ടി വന്നാലും ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. സ്തോത്രം, സ്തോത്രം.
സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ ഏറ്റവും ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്ന വ്യക്തി നമ്മളെ കുറിച്ച് എന്ത് പറയും എന്നുള്ള പേടിയാ. ഒരു കാര്യം ഞാൻ പറയട്ടെ, അതൊരു ഭയമാണ്. സ്തോത്രം. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ജീവിതത്തിൽ ശുശ്രൂഷ കിട്ടിയാലും അവർ നിങ്ങൾക്കെതിരായി പറയും. സ്തോത്രം. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കെതിരായി പറയും. നിങ്ങൾ ആരാധിച്ചാൽ നിങ്ങൾക്കെതിരായിട്ട് പറയും, ആരാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്കെതിരായിട്ട് പറയും. അതുകൊണ്ട് അവരെ നിങ്ങൾ പ്രസാദിപ്പിക്കാനും അവിടെ നിന്ന് മാർക്ക് കിട്ടാൻ നോക്കണ്ട. ഇന്ന് വാക്ക് ദൈവത്തെ പ്രാപിക്കാൻ പോകുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. റിസീവ് സംതിങ് ഫ്രം ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവം സംസാരിക്കുമ്പോൾ എടുത്തു ചാടി ഗ്രാബ് ചെയ്യുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ഈ മനുഷ്യൻ ചാടി ഒറ്റ ഗ്രാബ് ചെയ്തു. റെസ്റ്റോറേഷൻ എന്ന വാക്ക്. സ്തോത്രം. ആ ഒറ്റ പ്രകടനം കൊണ്ട്, ആത്മീയ വിശ്വാസ പ്രകടനം കൊണ്ട് അന്ന് രാത്രി താൻ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ കമ്പനിയുടെ ഉന്നതിയായ ആ കമ്പനിയുടെ മേജർ മുകളിലിരിക്കുന്ന വെള്ളക്കാട് കമ്പനിയാണ്, ഷെയ്ക്ക് ഉൾപ്പെട്ട കമ്പനിയാണ്. ആ നിലകൾ ആരും തന്നെ ആ കമ്പനിയിൽ അന്ന് വന്ന് കയറിയിട്ട് അവരൊക്കെ ആ കമ്പനി പോലും സന്ദർശിക്കാൻ വരത്തില്ല. എന്നാൽ അന്ന് വൈകിട്ടായപ്പോൾ ഒരു സ്ത്രീ, സ്തോത്രം, ആ കമ്പനിയിലെ നിലനിൽക്കുന്ന സ്ത്രീ ആ കമ്പനിക്കകത്തോട് കയറി ചെന്നു. സ്തോത്രം. ഈ ചെറുപ്പക്കാരനെ ഒന്ന് കണ്ടിട്ട് വെച്ചു, നീ എന്തെടുക്കുക? ഞാൻ പറഞ്ഞു, ഞാൻ റിസപ്ഷനിസ്റ്റ് ആണ്. എത്ര വർഷമായി? 15 വർഷം. ഞാൻ ഇപ്പോൾ ഇതാ നിനക്ക് പ്രൊമോഷൻ തന്നിരിക്കുന്നു. സ്തോത്രം. നീ കമ്പനിയുടെ സെക്രട്ടറി ആക്കി മാറ്റിയിരിക്കുക. ഓ സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് പകൽക്കാലം വിശ്വാസ വചനം വരുമ്പോൾ പ്രതികരിക്കുന്ന ദൈവമക്കൾ അപ്പോൾ തന്നെ അഭിഷേകം വ്യാപരിക്കുമെന്ന് ദൈവത്താൽമ ശക്തമായി ഇടപെടുകയാണ്. ദൈവമക്കൾ മാത്രം ശബ്ദം ഉയർത്തി, ഓ സ്തോത്രം, എന്തെങ്കിലും കാണിക്കേണ്ടി വന്നാലും കുഴപ്പമില്ല, ചാടേണ്ടി വന്നാൽ കുഴപ്പമില്ല, ശബ്ദം ഉയർത്തേണ്ടി വന്നാൽ കുഴപ്പമില്ല. ഇന്ന് പകൽക്കാലം ഏറ്റവും ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. വചനം കേൾക്കുമ്പോൾ വിശ്വസിക്കുന്നവരുമേൽ ശക്തി വ്യാപരിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുക മാത്രം ശബ്ദമുയർത്തിക്കാതെ പ്രവാസിയ. Praise the Lord, praise the Lord, praise the Lord, praise the Lord. എന്നെ ശ്രദ്ധിച്ചു കേൾക്കണമേ. താൻ പറഞ്ഞു, ആ പ്രൊമോഷനിൽ താൻ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരാള് ആ കമ്പനി വന്നിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ, സ്തോത്രം, ഒരു ചിട്ട്, ഒരു ഫോൺ നമ്പർ മാത്രം എഴുതിയിട്ട് കൈ കൊടുത്തിട്ട് ഒറ്റ പോക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, ഈ ഫോണിൽ നീ വിളിക്കുക. നിങ്ങൾക്കറിയാമോ, 15 വർഷം കൊണ്ട് ഒരു ഉയർച്ചയും ഇല്ലാത്ത മനുഷ്യൻ ജീവിതത്തിൽ 2 ദിവസത്തിനുള്ളിൽ വിടുതലുകൾ വ്യാപരിക്കുക. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന വർഷങ്ങളായി പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് ഇന്ന് പലർക്ക് വിശ്വസിക്കുന്നതിന് മേൽ പെട്ടെന്നായിരിക്കും വിടുതലുകളും ശുശ്രൂഷകളും വ്യാപരിക്കാൻ പോകുന്നത്. അത് ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. ഞാൻ ഇവിടെ നിൽക്കുന്ന നിമിഷം മുതൽ ഒരു വലിയ കരണ്ട് അടിക്കുന്ന പോലെ ദൈവശക്തി എന്റെ ശരീരത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഏതൊരു ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. Are you ready? ഓ റമനമ ശന്തനാദന പ്രവാസി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്നിട്ട് താൻ ആ നമ്പർ തന്ന നമ്പറിൽ താൻ വിളിച്ചപ്പോൾ അവര് പറയുകയാണ്, ഞങ്ങളൊരു പുതിയ കമ്പനി തുടങ്ങിയിരിക്കുക. ഇതിന്റെ ഭാഗമായിട്ട് നിന്നെ കമ്പനിയുടെ മൊത്തം അഡ്മിനിസ്ട്രേറ്ററായി ഞങ്ങൾ നിന്നെ അപ്പോയിന്റ് ചെയ്യുകയാണ്. ഓ റബ ശബ്ദനാഥന. എന്നെ ദൈവം ഒരു കാഴ്ച കാണിക്കുന്നു. സ്തോത്രം. വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ട് അനങ്ങാതിരുന്ന വിഷയങ്ങളുടെ മേൽ ഒന്നല്ല, ഒരു നിരയായിട്ട് 1, 2, 3 നമ്പർ എഴുതി വെച്ച വലിയ ഡാമുകൾ ഓരോന്നായി ആരാണ്ടും തുറന്നു വിടുന്ന കാഴ്ച ദൈവം എന്നെ കാണിക്കുകയാണ്. ലൈനായിട്ട് ഡാമുകൾ തുറക്കുന്ന കാഴ്ചയാണ് പരിശ്രമം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലമേൽ അഭിഷേകത്തിന്റെ ഡാം ഇന്ന് നമുക്ക് ദൈവം തുറക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന മൗനമായി ഇരിക്കണ്ട. എന്തെങ്കിലും പറഞ്ഞാട്ടെ, എന്തെങ്കിലും ചെയ്താട്ടെ, ശബ്ദം ഉയർത്തിക്കാട്ടെ. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന് പിശാച് കാണട്ടെ. വിശ്വസ മക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. Are you ready today? 2, നമുക്കെല്ലാവർക്കും നിങ്ങൾക്കറിയാമോ, ദൈവത്തിന്റെ അനുഗ്രഹം എപ്പോഴും വ്യാപരിക്കുന്നത് ഒരേ അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാർ അവിടെ ഇത്രയും നാളും കംഫർട്ടബിൾ ആയി ചെയ്ത് എല്ലാരും പറഞ്ഞിട്ട് വാ കംഫർട്ട്, അല്ലെങ്കിൽ മലയാളത്തിൽ എന്ത് പറയുന്നേ, സുരക്ഷിതം. അതായിരിക്കും ഇച്ചിരി നല്ല വാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഓരോ രീതിയിലും സുരക്ഷിതമുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് കൈയടിക്കുന്നത് എന്റെ സുരക്ഷിതമാണ്. സ്വതന്ത്രം. അത് ഞാൻ വർഷങ്ങളായി പരിചരിച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് അടിക്കാൻ എനിക്ക് ഒരു മുടക്കവും ഇല്ല. ആര് കൈ ഉയർത്തുന്ന ആര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും വേണ്ട, ബസ് കയറിയാലും നമ്മൾ കൈയടിക്കും. സ്വത്രം. അത് നമ്മുടെ സുരക്ഷിത മേഖലയാണ്. ആമേൻ. സ്വത്രം.
നിങ്ങൾക്കറിയാമോ, ഞാൻ ഒരു മൾട്ടി കൾച്ചറൽ ചർച്ചിന്റെ പാസ്റ്ററാണ്. ഞങ്ങളുടെ ചർച്ച് മലയാളം ചർച്ചായിട്ട് തുടങ്ങിയത്. ഞങ്ങളുടെ മലയാളി ദൈവമക്കൾക്ക് മലയാളികളെ കണ്ട് എന്തുകൊണ്ട് വിശേഷം, മണിക്കൂറുകൾ സംസാരിക്കാൻ ഒരു കുഴപ്പമില്ല, അതവിടെ സുരക്ഷിത മേഖലയാ. എന്നാൽ സായിപ്പോ കറമ്പരോ ചർച്ചിൽ വന്നാൽ കടന്നു എന്നിട്ട് അവരോട് സംസാരിക്കാൻ അവർക്കൊരു ബുദ്ധിമുട്ടാ. അത് അവർക്ക് സുരക്ഷിത മേഖലയല്ല. എന്ത് സംഭവിക്കും, അവർ വല്ലതും പറയുമോ എന്നുള്ള ഭയമുണ്ടാകും. സുരക്ഷിത മേഖലയിൽ നമ്മളെല്ലാം മിടുക്കരാണ്. സ്തോത്രം, 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 സ്തോത്രം. പ്രസംഗരായ നമുക്കുമുണ്ട്, ഞങ്ങൾക്കുമുണ്ട് സുരക്ഷിത മേഖല. ഞങ്ങൾ ഇത്രയും നാളും പരിചരിച്ച, പ്രയോജനപ്പെടുമെന്നും കുറെ എഫക്റ്റീവ് ആകുമെന്ന് അറിയുന്ന വിഷയങ്ങൾ ഞങ്ങൾ എപ്പോഴും നല്ല നീറ്റായിട്ട് ചെയ്യും. സ്തോത്രം. ഞങ്ങൾക്ക് സുരക്ഷിത മേഖലയാണ്. പക്ഷെ യേശുവിന്റെ വചനത്തിൽ ഒരു കാര്യം വ്യക്തമാണ്, ആ സുരക്ഷിത മേഖലയിൽ നിന്ന് അല്പമെങ്കിലും പുറത്തു വരുന്നവർക്കാണ് അടുത്ത അഭിഷേകം. സ്തോത്രം, ഹല്ലേലൂയ. യേശു പത്രോസിനെ പറഞ്ഞു, പത്രോസ് നീ അല്പമെങ്കിലും ഈ പടകൊന്ന് മാറ്റിവെക്കണം. ഇന്ന് പകൽക്കാലം ഇത്രയും നാളും ആരാധിച്ച രീതി വിട്ട് അല്പമെങ്കിലും ഒന്ന് പുറത്തു വരും ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാ. ചിലപ്പോ ഒന്ന് ചാടേണ്ടി വന്നേക്കാം, ചിലപ്പോ ഒന്ന് കൈ ഉയർത്തേണ്ടി വന്നേക്കാം, ചിലപ്പോ ഒന്ന് അലക്കേണ്ടി വന്നേക്കാം. ഇന്ന് പകൽക്കാലം സുരക്ഷിത മേഖല വിട്ട് ആരാധിക്കുന്ന ദൈവമക്കൾക്കായി somebody make some noise in the house of the Lord. Hallelujah. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ ഇടയിൽ പറ്റിയ ഏറ്റവും വലിയ കുഴപ്പം നിങ്ങൾക്കറിയാമോ? ദൈവത്തിന്റെ മഹാപ്രവർത്തനം നടക്കുന്നത്, ശ്രദ്ധിച്ചു കേൾക്കണമേ, ജാതികളുടെ തുടങ്ങുന്നത് കൊർന്നേലിയോസിന്റെ വീട്ടിലാണ്. നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ സംഭവിച്ചത് പത്രോസിന് അപ്പോസ്തലന് സുരക്ഷിത മേഖലയുണ്ട് എന്ന് വെച്ചാൽ താൻ ഇത്രയും നാളും കഴിച്ച ആഹാരം. സ്തോത്രം, സ്തോത്രം. അദ്ദേഹം ദൈവത്തോട് പറയാണ്, കർത്താവേ, ഇതുവരെ ഞാൻ മറ്റൊന്നും കഴിച്ചിട്ടില്ല. തുപ്പട്ടി ഇറങ്ങി നിൽക്കുക, അടുത്ത അഭിഷേകത്തിൽ ദൈവം റെഡിയായിട്ട് നിർത്തിയിരിക്കുക. അങ്ങനെ പറയാണ്, കർത്താവേ, സ്വന്തം ഞാൻ പെന്തിക്കോസ് കുടുംബത്തിൽ ജനിച്ചു, കുമ്പനാടിൽ നടന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ രീതി വിട്ടൊരു അഭിഷേകമോ ആരാധനയോ എനിക്ക് പരിചയമില്ല. ഇന്ന് രാത്രിക്കാൻ ദൈവം പറഞ്ഞു, ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ വിലക്കെന്ന് പറയരുത്, എടുത്ത് കഴിക്ക്, അടുത്ത അഭിഷേകം വ്യാപരിക്കാൻ പോവുകയാണ്. ഇന്ന് നമുക്ക് ദൈവത്തിന് ദൈവ സാന്നിധ്യം വ്യാപരിക്കുക, എന്തും പ്രാപിക്കാൻ ദൈവമക്കൾക്കായി ദൈവത്തെ ഇന്ന് മക്കൾ അവിടാണ് അടുത്ത അഭിഷേകം, അവിടാണ് അടുത്ത പകർച്ച. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഞാനും വളർന്നത് ഈ നാട്ടിൽ തന്നെയാണ്. ഇവിടുത്തെ കൊച്ചു 100 പേരുടെ ഉപവാസ പ്രാർത്ഥനയിലും 50 പേര് ഉപവസിക്കുന്ന ഉപവാസ പ്രാർത്ഥനയിലുമാണ് എന്റെ ശുശ്രൂഷ ആരംഭിച്ചത്. ഒരു കൊച്ചു പയ്യനായി, വയറൊക്കെ ഒട്ടി, 45 കിലോയ്ക്ക് അപ്പുറം ഒട്ടും വെയിറ്റ് ഇല്ല. വലിയ സൂട്ട്കേസ് എടുത്ത് അന്ന് നാട്ടിൽ 15 വയസ്സുള്ള സമയത്ത് ഓരോ കേരളത്തിന്റെ ഒരു മൂല മുതൽ മറ്റേ മൂല വരെ ഞാൻ പ്രസംഗിക്കാൻ വരും. 3-4 മണിക്കൂർ നിന്ന് ഉപവാസ പ്രാർത്ഥനകൾ പ്രസംഗിക്കും. നിങ്ങൾക്കറിയാം, എന്റെ ആയുഷ്കാലം ഒക്കെയും അവിടെ എനിക്ക് തുടരാമായിരുന്നു. പക്ഷെ ഞാനൊരു കാര്യം വിശ്വസിച്ചു, ഞാനൊരു കാര്യം തീരുമാനമെടുത്തു, ആരും ടെസ്റ്റ് ചെയ്യാത്ത മണ്ഡലത്തിൽ ഞാൻ കടക്കാൻ പോകുകയാണ്. എന്റെ അപ്പച്ചന്മാര് ടെസ്റ്റ് ചെയ്തിട്ടില്ല, എന്റെ അപ്പച്ചന്മാർ അത് ചെയ്ത് പരിചയമില്ല, പക്ഷെ ഞാൻ അതിലേക്ക് കടക്കാൻ തയ്യാറാണ്. ഇന്ന് പകൽക്കാലം അടുത്തിരിക്കുന്ന വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദൈവം പകരുന്നാണെങ്കിൽ ഞാൻ പിടിച്ചെടുക്കും ദൈവമക്കൾക്കായി. ദൈവമക്കൾ മാത്രം ശബ്ദം ഉയർത്തിക്കാത്ത ദൈവം പകരുന്ന ഒന്നും ഞാൻ തള്ളി പറയത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. പത്രോസേ, ഈ സ്വപ്നം നിന്നെ കാണിക്കുന്ന ഒറ്റ ഉദ്ദേശം കൊണ്ടാ. നീ ഇന്നുവരെ ചെയ്യാത്ത മണ്ഡലത്തിലേക്ക് ദൈവം നിന്നെ ഇറക്കി വിടാൻ പോകുക. പക്ഷെ പത്രോസ് പറയാണ്, ഞാനിത് പരിചയിച്ചിട്ടില്ല, ഞാനിത് കഴിച്ചിട്ടില്ല, ഞാൻ പണ്ട് മുതൽ ഒറ്റ കാര്യം മാത്രമേ കഴിച്ചിട്ടുള്ളൂ, ഇന്ന് വരെ ഇതൊന്നും കഴിച്ചിട്ടില്ല. ഇന്ന് പകൽക്കാലം പണ്ട് മുതൽ അനുഭവിച്ചത് മാത്രം അനുഭവിക്കാൻ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് ഈ മീറ്റിംഗ് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. സ്തോത്രം. പക്ഷെ കർത്താവേ, ഇന്ന് പകൽക്കാലം ഒരു പുതുമയായുള്ളത്, ഞാൻ ഇന്ന് വരെ ഭക്ഷിക്കാത്ത ഒന്ന് ദൈവം എനിക്ക് തരികയാണെങ്കിൽ ഞാൻ വെട്ടിയെടുക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാ. ഞാൻ കാഴ്ച കാണുന്നു, സ്വർഗത്തിൽ ഇറങ്ങി വരുന്ന ഒരു വലിയ സ്തോത്രം, സ്തോത്രം. അതിനകത്ത് വ്യത്യസ്ത മിനിസ്ട്രി ഉണ്ട്, അതിനകത്ത് വ്യത്യസ്ത ശുശ്രൂഷയുണ്ട്, അതിനകത്ത് വ്യത്യസ്ത അഭിഷേകമുണ്ട്, അതിനകത്ത് രാജ്യങ്ങളിൽ കിടക്കുന്ന അഭിഷേകമുണ്ട്, ഗ്രാമങ്ങളിൽ പോകുന്ന അഭിഷേകമുണ്ട്, പട്ടണങ്ങളിൽ തുടരുന്ന അഭിഷേകമുണ്ട്. Come on, somebody make some noise. Hallelujah. സ്തോത്രം, സ്തോത്രം,
എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇവിടം കൊണ്ട് ഒതുങ്ങിയാൽ പോരാ, എന്റെ ശുശ്രൂഷ ഒന്ന് പടരണം, വികസിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ മാത്രം ആമീൻ പറഞ്ഞാട്ടെ. ഐ വോണ്ട് ടു എക്സ്പാൻഡ്. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഞങ്ങളുടെ ബാംഗ്ലൂർ ചർച്ചിൽ ഞങ്ങൾക്കും വ്യത്യസ്ത ഒരു പരിചയമുള്ള ആരാധന അന്ന് പണ്ടുണ്ടായിരുന്നു. പക്ഷെ ദൈവദാസന്മാർ ശുശ്രൂഷിക്കുവാൻ ബാംഗ്ലൂർ ചർച്ച് വരുന്ന പതിവുണ്ട്. അന്ന് വന്ന ദൈവദാസന്മാർ പോലും പലപ്പോഴും ദേഷ്യപ്പെട്ട് വിഷമിച്ച് അല്ലെങ്കിൽ പലപ്പോഴും ഞങ്ങളോട് ചൂടായ സമയങ്ങളുണ്ട്. വന്ന് പ്രസംഗിച്ചവർ പോലും. കാരണം ഇവരെന്നിച്ചെന്ന് പറയാനിരിക്കട്ടെ, ദൈവം ചില ശക്തന്മാരെ ലോക രാജ്യങ്ങൾ ഉപയോഗിക്കുവാൻ ഇവിടെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. കൈയടിച്ചിട്ട് മതിയാകുന്നില്ല. ഞാനൊക്കെ ആ സമയത്ത് ചെയ്യുന്ന പതിവുണ്ട്. അടുത്തിരിക്കുന്ന ഏതെങ്കിലും ദൈവദാസന്മാരുടെ അടുത്തേക്ക് ഞാൻ നടന്നു എന്നിട്ട് കൈ കൊടുത്തിട്ട് പറയും, അത് എന്നെ കുറിച്ചുള്ള ദൂതാണ്. സ്വത്രം സ്വത്രം സ്വത്രം. ഞങ്ങളുടെ ചർച്ചിൽ ആരും അത് പരിചയിച്ചിട്ടില്ല. എല്ലാവരും കൈയടിച്ച് സ്വത്രം പറയാൻ മാത്രമേ പരിചയിച്ചിട്ടുള്ളൂ. പക്ഷെ ഞാൻ അന്ന് ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ എടുത്തു. പോയി ഒരു ദൈവദാസനെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, അത് എനിക്കുള്ള ദൂതാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ആമി കൈയടിച്ച് അവിടെ പരിചയിച്ചതിന്റെ അകത്ത് സുരക്ഷിതമായി ഇരുന്നവർ അന്നും ഇന്നും അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ ഇന്ന് പകൽക്കാലം പുറത്തേക്ക് ഇറങ്ങി ചെയ്യാത്തൊരു കാര്യം ചെയ്ത അവിടെ മേൽ ദൈവം അടുത്ത അഭിഷേകം പകരുന്നു. ഇന്ന് പകൽക്കാലം ആർ യു റെഡി ടു ഡു സംതിങ് ന്യൂ? ഇന്ന് സ്തോത്രം സ്തോത്രം. വിശ്വസിച്ച മക്കൾ മാത്രം ശബ്ദം ഉയർത്തി ആമീൻ പറഞ്ഞാട്ട് ആർക്കെങ്കിലും കൈ കൊടുക്കുവാൻ, ആരോടെങ്കിലും സംസാരിക്കുവാൻ, ആരെങ്കിലും കെട്ടിപ്പിടിച്ച് പറയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്താട്ടെ ചെയ്താട്ടെ. സ്തോത്രം. നിങ്ങൾ ഒരു കാര്യം ആ മീറ്റിംഗിൽ കാണേണ്ട ഒരു കാഴ്ചയുണ്ട്. പ്രസംഗം തുടങ്ങി കൊഴിച്ചു കഴിഞ്ഞപ്പോൾ മലയാളികൾ അതുവരെ ചെയ്യാത്ത ദൈവമക്കൾ ചിലർ ഞാൻ നോക്കുമ്പോൾ ഓടിച്ചെന്നിട്ട് കറമ്പരയൊക്കെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് പൊക്കി സ്വതം പറയാണ്, അതെനിക്കുള്ള ദൂതാണ്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾക്കറിയാം, മലയാളികൾ ആ ദൈവമക്കൾ ഒരിക്കലും അത് ചെയ്തിട്ടില്ല. കറമ്പര ഓടി വന്നിട്ട് നമ്മുടെ മലയാളികളെ പൊക്കിയെടുത്ത് അവർക്ക് ഉമ്മ കൊടുത്തിട്ട് പറയാം, അത് ഞങ്ങൾക്കുള്ള ദൂതാണ്. സ്തോത്രം. സഭയ്ക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസ പ്രകടനങ്ങൾ വ്യാപരിക്കാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം ഇതുവരെയും പരിചയിക്കാത്ത ചിലവ്, പരിചയിക്കാത്ത സ്റ്റൈല്, പരിചയിക്കാത്ത വിശ്വാസ പ്രദർശനം അത് ചെയ്യാൻ തയ്യാറുള്ള ഏതെങ്കിലും ദൈവമക്കൾ പുത്തൂരിലുണ്ടോന്ന് ഞാൻ നോക്കട്ടെ. സ്തോത്രം സ്തോത്രം. ദൈവ ശബ്ദം കേൾക്കുമ്പോൾ ഇതുവരെ ചെയ്യാത്ത ഒന്ന് ചെയ്യാൻ ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. അവിടെ മേലാണ് അടുത്ത അഭിഷേകം ദൈവം അയക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. കമോൺ, ഹല്ലേലൂയ. ചെയ്യാത്ത എന്തെങ്കിലും ചെയ്താട്ടെ, പറയാത്ത എന്തെങ്കിലും പറഞ്ഞാട്ടെ. കമോൺ, എന്തെങ്കിലും ചെയ്താട്ടെ. ആരും നിങ്ങളെ സ്തോത്രം. ആർക്ക് പടക്കം തോന്നിയാലും കുഴപ്പമില്ല. ഇന്ന് പകൽക്ക് ചെയ്യാത്ത ചെയ്താട്ടെ. ഇത് വിളിച്ചറിയിക്കുന്നത് നാളെ ദൈവം എന്നെ എവിടെ അയച്ചാലും ഞാൻ പോകും. സ്തോത്രം. ദൈവം എന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. രാജ്യങ്ങൾക്കപ്പുറം വിട്ടാൽ ഞാൻ പോകും. സ്തോത്രം സ്തോത്രം. പുതിയ ആൾക്കാരുടെ ഇടയിലേക്ക് അയച്ചാൽ ഞാൻ പോകും. ഹല്ലേലൂയ. എനിക്ക് ഭയമില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്ക് പുതിയതെന്ത് ദൈവം ഏൽപ്പിച്ചാലും ഞാൻ ചെയ്യുമെന്ന് വിശ്വസിച്ച അവർ മാത്രം. ഇതെല്ലാവർക്കുള്ള ദൂതല്ല, ഇതെല്ലാവർക്കുള്ള ദൂതല്ല. ഇത് പുതിയൊരു തലമുറക്കുള്ള ദൂത. പുതിയൊരു തലമുറ, പുതിയൊരു തലമുറ, പുതിയൊരു തലമുറക്കുള്ള ദൂതാണ്. പുതിയൊരു തലമുറ ദൈവം വീണ്ടും ശബ്ദം എന്നെ കേൾപ്പിക്കുന്നു. കേരളം കാണാത്തൊരു ശുശ്രൂഷ ദൈവം വെളിപ്പെടുത്താൻ പോകുക. കേരളം കാണാത്തൊരു അഭിഷേകം ഈ ചെറുപ്പക്കാരുടെ മേല് ദൈവം അയക്കാൻ പോകുകയാണ്. വിശ്വ ദൈവമക്കൾ മാത്രം ദൈവത്തെ സ്തുതിക്കുക. ഈ മ്യൂസിഷ്യൻസിന് മേല് നിങ്ങളുടെ മ്യൂസിക് ആൾക്കാർ പഴയ ആൾക്കാരുടെ മ്യൂസിക് അല്ല, ഒരു പുതിയ മ്യൂസിക്കാണ്. ശബ്ദനാഥന വിശ്വ ദൈവമക്കൾ മാത്രം. ഹല്ലേലൂയ. ഇത് വിളിച്ചറിയിക്കുന്നത് എന്നെ ദൈവം എന്ന് ഏൽപ്പിച്ചാൽ ഞാൻ തള്ളിക്കളയത്തില്ല. പുതിയ ഒന്ന് ദൈവം പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ വിസമ്മതിക്കത്തില്ല. അത് വിശ്വ ദൈവമക്കൾ മാത്രം ദൈവത്തെ സ്തുതിക്കുക. Something is happening. ചില മീറ്റിംഗുകൾ ദൈവത്തെ സ്തുതിച്ചോ, കുഴപ്പമില്ല. ഇന്ന് പകൽക്കാലം എന്റെ സുരക്ഷിത മണ്ഡലത്തിൽ നിന്ന് ഞാൻ പുറത്തു വരികയാണ്. സുരക്ഷിത മണ്ഡലത്തിൽ നിന്ന് ഞാൻ പുറത്തു വരികയാണ്. ദൈവം എന്ത് പുതുത് ഏൽപ്പിച്ചാലും ഞാൻ പ്രാപിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ശബ്ദനാഥന ഒരു വലിയ അഭിഷേകം നദിക്കകത്തേക്ക് ദൈവത്തിൽ ഇറക്കി വിടാൻ പോകുകയാണ്. ഇറക്കി വിടാൻ പോകുകയാണ്. ഇത് മറ്റേത് മീറ്റിംഗിനെ പോലെ മീറ്റിംഗ് അല്ല. ഇതിനകത്ത് ശക്തന്മാർ പുറത്തിറങ്ങാൻ പോകുകയാണ്. കേരളം കണ്ടതിൽ ശക്തന്മാർ, ഇന്ത്യ കണ്ടതിൽ ശക്തന്മാർ, ലോകം കണ്ടതിൽ ശക്തന്മാർ ഇതിനകത്ത് ഉത്ഭവിക്കാൻ പോകുകയാണ്. ദൈവത്തെ ശക്തമായി വരുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം കാറ്റടിക്കുന്ന ഏത് രീതിയാണെന്നും
എവിടുന്നാന്ന് ആരും അറിയുന്നില്ല. അതുപോലാണല്ലോ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. ഇന്ന് പകൽക്കാലം കൂട്ടിയിടുവാനോ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ പൂട്ടിവെക്കുവാനോ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. ഞങ്ങളുടെ സംസ്കൃതി ഇതാണ് അനുവദിക്കുന്നത്, ഞങ്ങളെ പഠിപ്പിച്ചത് ഇതാണ്, ഇതിനപ്പുറത്തേക്ക് ഞങ്ങൾ കടക്കുകയില്ല എന്ന് പറഞ്ഞിരുന്ന ചില കെട്ടുകൾ ഇന്ന് രാവിലെ പൊട്ടാൻ പോകുന്നവർക്ക് സ്തോത്രം. ദൈവം എന്ത് തന്നാലും ഞാൻ പ്രാപിക്കാം, വെട്ടിയെടുക്കുമെന്ന് ദൈവമക്കളുടെ മേല് ഇപ്പോൾ പുതിയ അഭിഷേകം. Praise the name of the Lord. ചിലമേൽ വലിയ ശക്തമേറിയ അഭിഷേകം ഇത് വളരെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാമോ, സ്തോത്ര ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ നദി ഇവിടെ ഒഴുകാൻ പോകുകയാണ്. ഇതൊരു സ്പെഷ്യൽ മീറ്റിംഗ് ആണ്, ഇതൊരു പുതിയ മീറ്റിംഗ് ആണ്, ഇത് പ്രത്യേക മീറ്റിംഗ് ആണ്. Come on, somebody shout hallelujah. ഇന്ന് വളരെ സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിന വലിയൊരു വ്യാപാരം, ആത്മവ്യാപാരം ദൈവം അയക്കാൻ പോകുകയാണ്. Praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah. 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 കർത്താവേ, ഈ ആത്മപകർച്ചയ്ക്ക് നടുവിൽ ദുർശക്തികൾ വിട്ടുമാറട്ടെ, പൈശാചിക വ്യാപാരങ്ങൾ വിട്ടുമാറട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ, ഭൂതങ്ങൾ യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ, ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കട്ടെ. Praise the Lord. ഒന്നിരുന്നാട്ടെ പ്ലീസ്. ഞാൻ പലപ്പോഴും പല വിഷയങ്ങൾ എടുക്കാൻ, കാരണം നമ്മുടെ ജനം എത്രത്തോളം ഒഴുക്കമാണെന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിന് അതിശക്തമായി തരുവാൻ താല്പര്യമുണ്ട്, അതിശക്തമായി തരുവാൻ താല്പര്യമുണ്ട്. ആമേൻ. അതിശക്തമായി പകരുവാൻ ദൈവം ആഗ്രഹിക്കുക. ഇത് അനുസരല്ല തരുന്നത്, ദൈവത്തിന് ആത്മാവാണ്. സ്തോത്രം. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ വന്ന് ആദ്യത്തെ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചില മിനിറ്റുകൾ തുടർച്ചയായ ഒരു ആത്മാവിന്റെ പകർച്ച എൻ്റെ ശരീരം മൊത്തം തിരിച്ചറിയാൻ തുടങ്ങി. ആ സമയം മുതൽ എൻ്റെ ഉള്ളം പറയുന്നുണ്ട്, ഇത് സാധാരണ ഒരു മീറ്റിംഗ് അല്ല. ആരാന്റെ കെട്ട് അരിച്ച് അടുത്ത ലെവലിലേക്ക് ദൈവം വിടാൻ പോകുന്ന ശുശ്രൂഷയായിരിക്കുമെന്ന് ദൈവമക്കൾ ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങൾ ചില മീറ്റിംഗിൽ ദൈവം ചില സന്ദേശങ്ങൾ എന്നെ ഏൽപ്പിക്കാറുണ്ട്. ആ സന്ദേശങ്ങൾ കൂടെ ദൈവത്തിന് ആത്മാവിന് പകർച്ച ദൈവം അയക്കാറുണ്ട്. അങ്ങനത്തെ മീറ്റിങ്ങുകളിൽ എന്നെക്കാളും ശക്തമായി ഇന്ന് പ്രയോജനപ്പെടുന്ന ചില ദൈവദാസന്മാരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം ഉണ്ട്. ഇന്ന് പകൽക്കാലത്ത് ഈ മീറ്റിങ്ങുകളിൽ ദൈവം ചില ശക്തന്മാരെ എഴുന്നേൽപ്പിക്കുമെന്ന്. സ്തോത്രം, 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 സ്തോത്രം. ആർക്കെങ്കിലും കൈ കൊടുത്ത് പറഞ്ഞാട്ട് അതേ എന്നെ കുറിച്ചാണ് തോന്നുന്നു പറയുന്നത്. സ്തോത്രം. ഈസ് ടോക്കിംഗ് അബൌട്ട് മീ. ഹല്ലേലൂയ. എന്നെ കുറിച്ചാണ് തോന്നുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആരും പണങ്ങണ്ട, എന്നെ കുറിച്ചാണ് തോന്നാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വിശ്വ ദൈവ മക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. ഐ തിങ്ക് ഈസ് ടോക്കിംഗ് അബൌട്ട് മീ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഇനി ഇന്ന് രാവിലത്തെ മീറ്റിംഗിന്റെ പ്രത്യേകത, എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം സ്വർഗത്തിലേക്കൊന്ന് കയറി ചെല്ലാൻ താല്പര്യമുണ്ട്? ഇവിടെ ഒത്തിരി ചൂടാ. സ്തോത്രം. നമുക്ക് അങ്ങോട്ടൊന്ന് കയറി ചെല്ലാം. ആമേൻ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അവിടെ ചെല്ലുമ്പോൾ എന്താ നിങ്ങൾ കാണാൻ പോകുന്നത്, അവിടുന്ന് എന്താ നിങ്ങൾക്ക് പ്രാപിക്കാൻ പോകുന്നത്, അതാണ് എൻ്റെ ചിന്താ വിഷയം. സ്തോത്രം. ഞാൻ 21 ദിവസം നോൺ സ്റ്റോപ്പായി എടുത്തൊരു വിഷയമായിരിക്കും ഇന്ന് ഒരു ദിവസത്തിനുള്ളിൽ, അല്ല ഒരു സെഷനുള്ളിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ താല്പര്യപ്പെടുന്നത്. സ്തോത്രം. സ്വർഗത്തിൽ നിങ്ങളെ ദൈവം ഇന്ന് പകൽക്കാലം വിളിക്കാൻ പോകുക. സ്തോത്രം, സ്തോത്രം. ആർ യു റെഡി ഫോർ ദാറ്റ്?
ഹല്ലേലൂയ. അവിടെ ചെന്ന് നിങ്ങൾ ചില കാഴ്ചകൾ കാണും, അവിടെ ചില ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കും. അവിടെ നിന്നായിരിക്കും നിങ്ങളുടെ അഭിഷേകം പൊട്ടി പുറപ്പെടാൻ പോകുന്നത്. ഇന്ന് പകൽക്കാലം അതിന് താല്പര്യമുള്ള ദൈവമക്കൾ മാത്രം കൈകൾ ഉയർത്തിയ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. നമ്മൾ ഇന്ത്യയിലോ കേരളത്തിലോ ഒരിക്കലും എടുക്കാത്ത ഒരു വിഷയമാണ് ഇപ്പോൾ ഇവിടെ ആദ്യമായി എടുക്കാൻ പോകുന്നത്. ഇവിടെ അത് പ്രയോജനപ്പെട്ടാൽ വേറെ എവിടെയും എടുക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Are you ready? നിങ്ങൾക്കിപ്പോ കിട്ടാൻ പോകുന്ന ഫ്രിഡ്ജിൽ നിന്നുള്ള ആഹാരമല്ല, അപ്പം ചുട്ടതാ. ഹല്ലേലൂയ. നേരത്തെ ഉണ്ടാക്കി വെച്ച ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. പക്ഷെ ഇവിടത്തേക്ക് വേണ്ടി ദൈവം ഇപ്പോൾ തന്നെ ഉണ്ടാക്കി ഒന്നാണ് തന്നുവിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അത് ഏറ്റെടുക്കുന്ന ദൈവം താല്പര്യം മക്കൾക്കായി ദൈവത്തെ ചിലർക്ക് ചൂടോടായിരിക്കും എടുക്കാൻ പോകുന്നത്. സ്വോത്രം, സ്വോത്രം, സ്വോത്രം. അത്രയും ചൂട് കാണും. ആമേൻ. ഹല്ലേലൂയ. എന്റെ ഫ്രിഡ്ജിനകത്ത് ഒത്തിരി ഇരിപ്പുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത മെസ്സേജൊക്കെ ഇരിപ്പുണ്ട്. പക്ഷെ ദൈവം വിലക്കിയാണ്. ഇന്ന് പകൽക്കാലം ചുട്ടെടുത്ത അപ്പം തന്നെ അങ്ങോട്ട് കയ്യിലോട്ട് ദൈവം എറിയാൻ പോവുകയാണ്. അത് പിടിച്ചെടുക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുക. എന്തെങ്കിലും പറഞ്ഞോ ചെയ്തോ സാധാരണ രീതിയിൽ പ്രതികരിക്കുന്ന പോലെ ചെയ്യരുത്. അതിന്റെ അപ്പുറം പ്രതികരിച്ച് അത് ഏറ്റെടുത്തോണം. സ്തോത്രം. അത് ഏറ്റെടുക്കുന്ന താല്പര്യം ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. Are you ready? ആമേൻ. നമുക്ക് വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. ഇത് കഴിയുമ്പോൾ നമ്മുടെ തുടക്കത്തിൽ ഈ മീറ്റിംഗ് നിങ്ങൾ ഒരുക്കിയെടുക്കാൻ, അത് കഴിയുമ്പോൾ നമുക്ക് വൈകിട്ട് വീണ്ടും വരണമല്ലോ. സ്തോത്രം. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ശ്രദ്ധിച്ച് ഇതെല്ലാം ഒന്ന് വിശദീകരിക്കണമെന്നുണ്ട് നമുക്ക്. Are you ready? ഞാൻ ഈ സഹോദരിമാരുടെ മുഖത്ത് ഇച്ചിരി കാണാൻ താല്പര്യം. Are you ready? ഓക്കെ. ഉറക്കെ സഹോദരന്മാരെ ശ്രദ്ധിക്കണമേ. 2 സ്ഥലത്തും ആദ്യം കേട്ട ശബ്ദം തന്നെ. എന്നാ ഈ സ്ഥലത്തും ആ സ്ഥലത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. ആദ്യം കേട്ട ശബ്ദം തന്നെയാണ് 2ഇടത്തും മുഴങ്ങിക്കേൾക്കുന്നത്. സ്തോത്രം. പക്ഷെ ഈ പ്രാവശ്യം ആ ശബ്ദം പറയുകയാണ്, ഇനി നിന്നോട് ചില ഇടപെടാനുള്ളത് ഇവിടെ വെച്ച് പറ്റത്തില്ല. ഇനി ഇടപെടാനുള്ളത് അല്പം കൂടെ ശ്രേഷ്ഠമായതുകൊണ്ട് കയറി വരിക. സ്തോത്രം. ഉയരത്തിൽ കൊണ്ടുപോയി ഇനിയുമുള്ള ശബ്ദം സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ആദ്യം സംസാരിച്ച ശബ്ദം തന്നെ വീണ്ടും സംസാരിക്കുകയാണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം അനേക നാളുകളായി ദൈവശബ്ദം കേട്ട ചില ദൈവമക്കളെ അടുത്ത ലെവലിലേക്ക് മാറ്റുവാൻ ഇനി ഇവിടുന്നുള്ള ശബ്ദമല്ല കേൾക്കാൻ പോകുന്നത്, ബാക്കി കാര്യം അവിടുന്ന് ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. വിശ്വ ദൈവമക്കൾ മാത്രം ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. സംതിങ് ഫ്രം ഹെവൻസ് പോയിന്റ് ഓഫ് വ്യൂ. സ്തോത്രം, 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 സ്തോത്രം. ഇനിയും നിനക്ക് വെളിപ്പെടുത്താൻ പോകുന്നത് അസാധാരണ കാര്യങ്ങളായതുകൊണ്ട് സ്തോത്രം. ഇതുവരെ മറ്റുള്ളവർക്ക് വെളിപ്പെടാത്ത ചില കാര്യങ്ങൾ നിനക്ക് വെളിപ്പെടുത്താൻ പോകുന്നുണ്ട്. വർഷങ്ങളായി കരഞ്ഞു പ്രാർത്ഥിച്ച ദൈവമക്കളെ ഇതുവരെ ലഭിക്കാത്ത ചിലത് നിന്റെ മുമ്പിൽ ദൈവം തുറക്കാൻ പോകുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് സംസാരിച്ചാൽ പറ്റത്തില്ല. ഇവിടെ നീ ഡിസ്ട്രാക്ട് ആകും. അടുത്തിരിക്കുന്ന സഹോദരനെ കുറ്റം പറയുമായിരിക്കും, പള്ളിക്കാർ നിന്നെ മുടക്കും. സ്തോത്രം. അതുകൊണ്ട് കയറി വരിക. ഉയരത്തിനായിരിക്കും അടുത്ത സന്ദേശം ലഭിക്കാൻ പോകുന്നത്. അദ്ദേഹത്തെ ദൈവമക്കൾ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഇവിടെ കയറി വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഇവിടെ വെച്ച് നീ സംസാരിച്ചാൽ നിന്റെ ശബ്ദത്തെ തടയുന്ന ചില വ്യക്തികളുണ്ട്, പുറമുറുക്കുന്ന ചില വ്യക്തികളുണ്ട്, കുറ്റം പറയുന്ന വ്യക്തികളുണ്ട്. അവിടെ മുമ്പിൽ നീ ഒതുങ്ങിപ്പോകും. അതുകൊണ്ട് ഇനി കാണിക്കാനുള്ളതൊക്കെ ഇവിടുന്നല്ല. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, വേദപുസ്തകം നോക്കിയാൽ എല്ലാ ദൈവദാസന്മാരും ശുശ്രൂഷയിൽ ഇറങ്ങുന്നതിന് മുമ്പ് ദൈവം മുകളിൽ കൊണ്ടുപോയി ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. സ്തോത്രം. മോശയ്ക്ക് ദൈവം 40 ദിവസം പർവ്വത മുകളിൽ ഇരുത്തി ദൈവത്തിന്റെ ശക്തി ഒന്ന് വെളിപ്പെടുത്തി. സ്തോത്രം. യെശയ്യാവിന് മുൻപിൽ ദൈവം സ്വർഗം തുറന്നു കാണിച്ച് ഉയർന്നും പൊങ്ങി നിൽക്കുന്ന സിംഹാസനം കാണിച്ചിട്ടാണ് ശുശ്രൂഷയിൽ ഇറക്കി വിട്ടത്. ഇന്ന് പകൽക്കാലം ദൈവത്തെ ആത്മടപെടുന്നു. നിങ്ങളെ വിളിച്ചത് അസംബ്ലീസ് ഓഫ് ഗോഡും IPCയും അല്ല, ഉയരത്തിൽ നാന്ന് വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടി ദൈവം ഇന്ന് ചിലരെ സ്വർഗത്തിലേക്കൊന്ന് കയറ്റാൻ പോകുകയാണ്. നിന്നെ വിളിച്ചവന് ശക്തി നിനക്ക് കാണണ്ടേ, നിന്നെ വിളിച്ചവന്റെ മുഖം നിനക്കൊന്ന് കാണണ്ടേ, അവന്റെ പ്രത്യേകത കാണണ്ടേ. അത് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ മാത്രം. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അവന്റെ ശബ്ദം നിനക്കൊന്ന് കേൾക്കണ്ടേ? നിന്നെ എവിടുന്നാ വിളിച്ചെന്ന്, ആരാ വിളിച്ചെന്ന് നിനക്കൊന്ന് അറിയണ്ടേ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് പലക്കെ ദൈവം ഇടപെടുന്നു. ചരിത്രം നിങ്ങൾ നോക്കുക. ആരൊക്കെ സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദം കേട്ട് സ്വർഗീയ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ കണ്ണുകളിൽ കൂടെ കാഴ്ചകൾ കണ്ട് ആരൊക്കെ ശുശ്രൂഷ ഇറങ്ങിയിട്ടുണ്ടോ കോളിളക്കം ഉണ്ടായിട്ടും അവർ കുലുങ്ങിപ്പോയിട്ടില്ല. കാരണം അവർക്കറിയാം ഞങ്ങളെ വിളിച്ച ഇവിടുത്തെ സെൻട്രൽ പാസ്റ്ററോ സൂപ്രിറ്റൻഡന്റ് അല്ല, ഞങ്ങളെ വിളിച്ച ഉന്നതനായ ദൈവമാണ്. അവിടുന്ന് ശബ്ദം കേട്ടത് അത് വിശ്വ ദൈവമക്കൾ മാത്രം ഉറക്കം ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽക്കാൻ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ഭംഗിയുള്ളതും രുചിയുള്ളതും ദൈവം വിളമ്പാൻ എന്നതിന് പറഞ്ഞേ ദൈവം വിളമ്പാൻ പോകുന്നത്. സ്വത്രം, സ്വത്രം. ഇന്ന് വരെ കേൾക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുക. Are you ready? ഇനി എന്തിനാ ദൈവം സ്തോത്രം ഉയരത്തിലേക്ക് വിളിക്കുന്നത്? എന്റെ ശരീരത്തിൽ ഒരു ചെറിയ കരണ്ട് അടിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഈ മീറ്റിംഗ് വന്നുകൊണ്ട് അനുഗ്രഹം കരണ്ട് അടിച്ചു. സ്തോത്രം. എന്റെ ശരീരം ഒന്ന് പുകയുന്നതായിട്ട് എനിക്ക് തോന്നി. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ കണ്ണിക്കൂടെ കണ്ണുനീര് വന്നു. ഇതിനു വേണ്ടി ഒന്നുമല്ല ദൈവം ഉയരത്തിലേക്ക് വിളിക്കുന്നത്. ഇന്ന് നമുക്ക് വിളിക്കുന്നത് ഇനി നടക്കാനുള്ളത് ഞാൻ നിന്നെ കാണിക്കാൻ പോകുകയാണ്. ഇന്ത്യ ഇതുവരെ കാണാത്തതും ഇനി ദൈവം വെച്ചിരിക്കുന്നത് ദൈവം നിന്നെ കാണിക്കാൻ പോകുകയാണ്. ലോകത്തിൽ നടക്കാൻ പോകുന്നത് ഞാൻ നിന്നെ കാണിക്കാൻ പോകുകയാണ്. അത് വിശ്വ ദൈവമക്കൾ മാത്രം ശബ്ദമുയർ ദൈവത്തെ സ്തുതിച്ചോ. സ്തോത്രം. ഇനിയും ആൾക്കാർ പറയുന്ന പോലല്ല, ലോകക്കാർ പറയുന്ന പോലല്ല, ഇതുവരെ കാണാത്ത ചിലത് ഞാൻ വെളിപ്പെടുത്താൻ പോകുകയാണ്. ദൈവത്താൽ ശക്തം ഇടപെടുന്നു. മകനെ ഞാൻ സ്വർഗത്തിലേക്ക് നിന്നെ വിളിച്ചു കയറ്റാൻ പോകുക. ഇന്ത്യയിൽ ഇനി എന്താ നടക്കാൻ പോകുന്നത്, നിന്റെ ശുശ്രൂഷയിൽ എന്താ നടക്കാൻ പോകുന്നത് ഞാൻ നിന്നെ കാണിക്കാൻ പോകുകയാണ്. ഇനി നടക്കാൻ പോകുന്നത് ഞാൻ വെളിപ്പെടുത്താൻ പോകുകയാണ്. ദൈവത്താൽ മടപെടുന്നു. ചില വ്യക്തികളിനകത്തുനിന്ന് പോകാൻ പോകുന്നത് മറ്റാരും കാണാത്ത ചില കാഴ്ചകൾ കണ്ടിട്ടായിരിക്കാം ചില ദൈവമക്കൾ പോകാൻ പോകുന്നത്. വിശ്വ ദൈവമക്കൾ മാത്രം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇനി നടക്കാൻ പോകുന്നത് ഞാൻ നിന്നെ കാണിക്കാൻ പോകുക. നിങ്ങൾ കണ്ണും തുറന്നു നോക്കൂ. ദൈവം ചില കാണിക്കുന്ന കാഴ്ച ഇതാ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു. ദൈവം ചില കാണിക്കുന്ന കാഴ്ച ആയിരങ്ങൾ സ്നാനപ്പെടുന്നു. ദൈവം ചില കാണിക്കുന്ന കാഴ്ച പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദേശം ശക്തികൾ മുട്ടുമടക്കുന്നു. ഇതുവരെ വെളിപ്പെടാത്ത ചിലത് ദൈവം കാണിക്കാൻ പോകുകയാണ്. അത് ഇവിടെ വെച്ച് കാണിക്കാൻ പറ്റത്തില്ല. കയറി വരിക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ കാഴ്ച കാണാതെ ആരിവിടുന്ന് പോകരുത്. നിന്റെ കുടുംബത്തിൽ നടക്കാൻ പോകുന്നത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ചെയ്ത് നടക്കാൻ പോകുന്നത് ദൈവം കാണിക്കാൻ പോകുകയാണ്. ഇപ്പോൾ കാണുന്നല്ല ബ്രദർ, ഇപ്പോൾ കാണുന്നല്ല, ഇതുവരെ കാണാത്ത കാഴ്ചകൾ ദൈവം കാണിക്കാൻ പോകുകയാണ്. എത്രയൊക്കെ പറയാൻ താല്പര്യമുണ്ട്. എനിക്ക് ആ ദൂത് എന്നോട് സംസാരിക്കുന്നത് മനസ്സിലാകുന്നു. സ്തോത്രം, 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 സ്തോത്രം. സ്വർഗത്തിന്റെ കണ്ണുകൾ കൂടെ നിങ്ങൾ ഇന്ത്യയെ കാണാൻ പോകുക. സ്വർഗത്തിന്റെ കണ്ണുകൾ കൂടെ നിങ്ങൾ നിങ്ങളുടെ ശുശ്രൂഷയെ കാണാൻ പോകുക. സ്വർഗത്തിന്റെ കണ്ണുകളിൽ കൂടെ നിങ്ങൾ കേരളത്തെ കാണാൻ പോകുക. ഈ പകൽക്കാലം ഇനി നടക്കാൻ പോകുന്ന കാഴ്ചകൾ നിങ്ങളെ ദൈവം ചില കാണിക്കാൻ പോകുക. അതുകൊണ്ട് കാഹളത്തിനൊത്ത ശബ്ദം ഇവിടെ കയറി വരിക. ആ കാഴ്ച ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. ഇനി നടക്കാനുള്ളത് ഞാൻ നിന്നെ കാണിക്കാൻ പോകുക. കയറി വരിക. ഒരു മിനിറ്റ് കണ്ണുകൾ അടച്ചാട്ട്. ദൈവത്തിന് ശബ്ദം ഉള്ളിൽ കേൾക്കുന്നു. ഇവിടെ കയറി വരിക. മേലാൽ നടക്കാനുള്ളത് ഞാൻ നിന്നെ കാണിക്കാൻ പോകുക. പിശാച് പറഞ്ഞു നിന്നെ തട്ടി തകർക്കുമെന്ന്. ദൈവം പറഞ്ഞു ഭാവിയിൽ നടക്കാൻ പോകുന്നത് നിന്നിൽ ഞാൻ കാണിച്ച് നീ അത് മറ്റുള്ളവരോട് പറയും. നിന്റെ മുഖത്തത് വെളിപ്പെട്ട് വരും.
ശത്രു എഴുന്നേറ്റ് വരുമ്പോൾ നിനക്കറിയാം ഇതിനപ്പുറം എന്തോ സംഭവിക്കാൻ പോകുന്നത്. ഓരോ പ്രതികൂലം വരുമ്പോൾ നിനക്കറിയാം അതിനപ്പുറം എന്തോ സംഭവിക്കാൻ പോകുന്നത്. ഓരോ പ്രശ്നം വരുമ്പോൾ നിനക്കറിയാം അതിന്റെ അപ്പുറം എന്തോ സംഭവിക്കാൻ പോകുന്നത്. ആ കാഴ്ചകൾ ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. ഇത് തോന്നലല്ല ബ്രദർ, നിനക്കറിയാം ഇതിനപ്പുറം എന്തോ സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ കയറി വരിക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഭൂമിയിൽ അത് കാണിച്ചാൽ എന്താ കുഴപ്പം? ശരിയാകത്തില്ലേ? സ്വർഗത്തിൽ തന്നെ കയറ്റി അത് കാണിക്കണമെന്നുണ്ടോ? സ്തോത്രം. യോഹന്നാനെ ഇവിടെ വെച്ച് കാണിച്ചാലുള്ള കുഴപ്പം എന്തുവാ? അങ്ങനെ ദൈവസന്നിധിയിൽ ആ ചോദ്യം ചോദിക്കും തോറും ദൈവാത്മാവിനുള്ളിൽ തന്ന പ്രകാശനം ഇതാണ്. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, യോഹന്നാൻ കിടക്കുന്നത് ഇന്ന് ഏറ്റവും പ്രതിസന്ധിയില്ല. സ്തോത്രം. എല്ലാവരും സമ്മതിക്കാൻ താല്പര്യമുള്ള സമ്മതിക്കണം. പലപ്പോഴും നമ്മൾ ദൈവത്തിന് എത്ര ശബ്ദം കേട്ടാലും നമ്മുടെ ഇന്നത്തെ അവസ്ഥ കമ്പയർ ചെയ്താൽ നമ്മളത് ഏറ്റെടുക്കത്തുള്ളൂ. അത് എത്ര പേർക്ക് ആമീൻ പറയാൻ തയ്യാറാണ്? സ്തോത്രം, സ്തോത്രം. എനിക്കത് ഉണ്ടാകാറുണ്ട്. എൻ്റെ ഇന്നത്തെ കഴിവ്, ഇന്നത്തെ ശുശ്രൂഷയുടെ ലെവലുകൾ ഒക്കെ വെച്ച് എനിക്ക് അടുത്ത മിനിസ്റ്ററെ കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. യോഹന്നാനും അതുപോലത്തെ അവസ്ഥയിൽ കിടക്കുകയാണ്. യോഹന്നാന്റെ മുമ്പിൽ കാണുന്ന കാഴ്ച മൊത്തം അസ്ഥികൾ കിടക്കുന്ന കാഴ്ചയാണ്. ഓരോ അസ്ഥികളും പറയുന്ന കാഴ്ചയുണ്ട്. ഒരു വാക്കുണ്ട്, യോഹന്നാനെ ഇതെല്ലാം ഇവിടെ പണ്ട് വന്ന് കിടന്നവരുടെ അസ്ഥിയാ. നിന്നെ പോലെ അവർ മിടുക്കരായിട്ടൊക്കെ കുറച്ചു ദിവസം ഇരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പെടഞ്ഞിവിടെ മരിച്ചു. ഈ അവസ്ഥയിൽ അവിടെ അസ്ഥികൾ ഇവിടെ കിടക്കുക. അതായിരിക്കും നിന്റെ ഭാവി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഭൂമിയിൽ നിന്ന് കണ്ടാൽ അത്രേ ഉള്ളൂ നിന്റെ ഭാവി. ഓ റബ, ഭൂമിയുടെ മണ്ഡലത്തിൽ നോക്കിയാൽ ഇത്രേ ഉള്ളൂ നിന്റെ ഭാവി. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് ദൈവം പറഞ്ഞത് അവിടെ നിൽക്കണ്ട. ആമീൻ. സ്വർഗത്തിൽ സിംഹാസനത്തിന് മുൻപിലേക്ക് നിന്നെ നിർത്താൻ പോകുകയാണ്. അവിടെ നിന്റെ ഭാവിയെ നീ കാണാൻ പോകുകയാണ്. അത് വിശ്വ ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. യു നീഡ് ടു സീ ഫ്രം ഹെവൻസ് പോയിന്റ് ഓഫ് വ്യൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം പറഞ്ഞു, നീ ഇനി കയറി വരാൻ പോകുന്ന സ്ഥലത്ത് ആമീൻ ഒരു ശക്തിക്ക് നിന്നെ തൊടാൻ പറ്റാത്ത സ്ഥലമാണ്. എൽ ഷഡായെ നീ കാണും, യഹോവയെ നീ കാണും, അറക്കപ്പെട്ട കുഞ്ഞാടിനെ നീ കാണും. സ്തോത്രം. യഹൂദ ഗോത്രത്തിലെ സിംഹമായ ഗർജന നിങ്ങൾ കേൾക്കാം. അത് നിന്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ അസ്ഥികൾ നിന്നെ പേടിപ്പിക്കത്തില്ല. ഇന്നത്തെ അവസ്ഥ നിന്നെ ഭയപ്പെടുത്തത്തില്ല. നീ വിളിച്ചു പറയും, എന്നെ വിളിച്ചവൻ വിശ്വാസൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഓ, എത്ര പേർക്ക് അതിന്റെ അർത്ഥം മനസ്സിലാന്ന് എനിക്ക് അറിയത്തില്ല. ഇന്നത്തെ അവസ്ഥ നീ നോക്കിയാൽ നിനക്ക് മറ്റൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. നിന്റെ സാമ്പത്തിക അവസ്ഥ വെച്ച് നോക്കിയാൽ, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ വെച്ച് നോക്കിയാൽ ഭാവിയിൽ ഒന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. ഇന്ന് പേർക്ക് ദൈവം പറയുന്നത്, അതുകൊണ്ട് നിന്നെ ദൈവം ഇവിടെ നിന്ന് മാറ്റാൻ പോകുകയാണ്. സ്വർഗത്തിൽ ചെന്ന് നിന്നെ വിളിച്ച ദൈവത്തിലെ ശക്തി ഒന്നിനെ കാണിച്ചിട്ട് ഹല്ലേലൂയ. എന്നിട്ട് ദൈവം നിന്നെ ഒരു ചോദ്യം ചോദിക്കാൻ പോകുകയാണ്. ഇനി നീ പോകാൻ തയ്യാറാണോ? ഹല്ലേലൂയ. ഇനി പോകാൻ തയ്യാറാണോ? നിന്നെ വിളിച്ചവനെ ശക്തി നീ കണ്ടില്ലേ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു മിനിറ്റ് ഒന്ന് ഇരുന്നാട്ട് ഞാൻ ഒന്ന് അടിസ്ഥാനം ഇട്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവത്തിന് ആത്മാവ് ശക്തമായി ഇന്ന് പൽക്കിടപെടുകയാണ്. അതുകൊണ്ട് നീ ഇവിടെ കയറി വരിക. എന്നെ ശ്രദ്ധിക്കണം. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കൽ കുഞ്ഞു പ്രായത്തിൽ വെച്ച് ഞാൻ ഒരു കാഴ്ച കാണുകയാണ്. ആ കാഴ്ച ഇതാണ്. മണൽ തരികൾ പോലെ ജനം ഇതാ ഒരു വലിയ സീഷോറിൽ കൂടി നിൽക്കുന്നു. ഒത്തിരി ജനമുണ്ട്, മേ ബി ഈവൻ മില്യൻസ്, എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ നോക്കിയാണ് ആരാണ് അവിടെ പ്രസംഗിക്കുന്നത്. എന്റെ നോട്ടം മൊത്തം റെയ്നാർഡ് ബോങ്കെ അവിടെ കാണും. ഞാൻ ഇപ്പം നോക്കണം, സ്റ്റേജിലോട്ട് നോക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ നോക്കുമ്പോൾ ബോങ്കെ കാണാനില്ല. സ്തോത്രം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത് നോക്കുന്നത് ദിനകരനുണ്ടോ എന്നാണ്. ദിനകരനാണ് ഇന്ത്യയിൽ ഒത്തിരി ക്രൗഡിനെ പുള്ളി ചെയ്ത മനുഷ്യൻ. അദ്ദേഹത്തിനെ കാണാനില്ല. എന്നാൽ പെട്ടെന്ന് ഞാനൊരു ശബ്ദം കേൾക്കുകയാണ്. സ്റ്റേജിലേക്ക് സൂക്ഷിച്ച് നോക്കുക. നിങ്ങൾ നോക്കൂ. സ്തോത്രം. ഭൂമിയിൽ നിന്നല്ല ഈ ശബ്ദം ഉയരുന്നത്. ഇത് സ്വർഗീയ കാഴ്ചയാണ്. ഞാൻ നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു. നോക്കുമ്പോൾ അത് ഞാൻ തന്നെയാണ്. ഓ സ്തോത്രം. ഹല്ലേലൂയ. എന്റെ അവസ്ഥയിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. സ്വർഗത്തിന്റെ കാഴ്ചയിൽ അത് വെറും നിസ്സാരമാണ്. ഇന്ന് പകൽക്കാൻ നീ വിശ്വസിക്കുന്ന, നീ പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങൾ ദൈവത്തിന് വെറും നിസ്സാരമെന്ന് വിശ്വ ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. അവന്റെ ശക്തിക്ക് ഒരു ലിമിറ്റേഷനുമില്ല. ഇന്ന് നമുക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ നിന്നെ കൊണ്ട് ദൈവം ഭൂമിയെ തീർമേൽ മറിക്കുന്ന അഭിഷേകം പകരാൻ ശക്തനാണ്. Are you ready? സ്തോത്രം. ഇനി അടുത്തായിട്ട് ശ്രദ്ധിക്കുക. സ്വർഗത്തിലേക്ക് കയറി പോകണമെങ്കിൽ വേറെ ലിഫ്റ്റോ
വേറെ ഏണിയോ പറ്റത്തില്ല. ഒറ്റ ആൾക്ക് മാത്രം നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പോകും, അത് വേറെ കാര്യം. പക്ഷെ ഭൂമിയിൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരു ട്രാൻസ്പോർട്ട് കമ്പനിയേ ഉള്ളൂ. ആ കമ്പനിയുടെ പേരാണ് ട്രാൻസ്പോർട്ട് ഹോളി സ്പിരിറ്റ്. സ്വന്തം ശമരിയെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഫിലിപ്പോസിനെ ട്രാൻസ്പോർട്ട് ഹോളി സ്പിരിറ്റ്, ഒറ്റ ട്രാൻസ്പോർട്ടേഷൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ട്രാൻസ്പോർട്ട് ഇവിടെ നടക്കാൻ പോകുക. ചില ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗീയ കാഴ്ചകൾ ദൈവം കാണിക്കാൻ പോകുകയാണ്. വിശ്വ ദൈവമൊക്കെ മാത്രം എന്തെങ്കിലും ശബ്ദം പുറപ്പെടുവിക്കുകയോ ഒരു വിശ്വാസ പ്രകടനം. ഹല്ലേലൂയ. ട്രാൻസ്പോർട്ട് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ കയറി വരിക. സ്തോത്രം. എന്നെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടാണ് ഏറ്റവും, നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കും. സോ ആർ യു റെഡി? യോഹന്നാനെ എന്തിനാണ് നിന്നെ സ്വർഗത്തിൽ കൊണ്ടുവന്ന് ഈ കാഴ്ച കാണിക്കുന്നത്? സ്വർഗത്തിൽ ചെന്നപ്പോൾ ആദ്യം കാണുന്ന കാഴ്ച ഒരു സിംഹാസനം. തുടക്കത്തിൽ കാണുന്ന കാഴ്ച സിംഹാസനം. സ്വർണ്ണ തെരുവോ ഒന്നുമല്ല ആദ്യം കാണുന്നത്. സ്വർഗത്തിൽ കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ഇരിക്കുന്ന ഒരു സിംഹാസനം. യെശയ്യാവും അത് തന്നെ കണ്ടത്, ഉയർന്നും പൊങ്ങി നിൽക്കുന്ന ഒരു സിംഹാസനം. പക്ഷെ ഏറ്റവും വലിയ പ്രത്യേകത, സിംഹാസനത്തില് പണ്ട് ആളുണ്ടായിരുന്നു, ഇപ്പൊ ആളില്ലാത്ത സിംഹാസനമല്ല. അതിന്റെ മുകളിൽ ഒരുവൻ ഇരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. ഇന്ന് പകൽ സ്വർഗീയ സിംഹാസനം ശൂന്യമായി കിടക്കുന്ന സിംഹാസനമല്ല. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ ഇപ്പോഴും ആ സിംഹാസനത്തിൽ ഇരിപ്പുണ്ട്. അത് ദൈവമക്കൾ മാത്രം ദൈവത്തെ സ്തുതിക്കുക. He is still on the throne. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തിനാണ് ദൈവം, ഇത് നിങ്ങൾ കേൾക്കണം, എന്തിനാണ് ദൈവം ആ സിംഹാസനം തന്നെ ആദ്യം കാണിച്ചത്? നിങ്ങൾക്കറിയാമോ? യോഹന്നാൻ ഇതിന് ശേഷം കാണാൻ പോകുന്ന കാഴ്ചകൾ ഭയങ്കരകരമായ കാഴ്ചകളാണ്. എതിർ ക്രിസ്തു രംഗപ്രവേശനം ചെയ്യുന്നു. പാതാളത്തിനകത്തുനിന്ന് പൊങ്ങി വരുന്ന ഒരു ജീവി. സ്തോത്രം. അങ്ങനെ കള്ളപ്രവാചകനും ലോകത്ത് നടക്കാൻ പോകുന്ന ശൂന്യതകളും ഭീകരമായ സംഭവങ്ങൾ, മരണങ്ങൾ, ക്ഷാമങ്ങൾ, രക്തമൊഴുകുന്ന കാഴ്ചകൾ, കടിക്കാൻ വരുന്ന ജീവികൾ, ഇതൊക്കെയാണ് യോഹന്നാൻ കാണാൻ പോകുന്നത്. എന്നെപ്പോൾ ഒരുത്തൻ കണ്ടായിരുന്നു അപ്പം തന്നെ ബോധം കെട്ട് താഴെ വീണനെ. സ്തോത്രം. അതുകൊണ്ട് ദൈവം ആദ്യം തന്നെ അവന് ഷോക്ക് ട്രീറ്റ്മെന്റ് ദൈവം കൊടുക്കുക. സ്വത്രം 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 സ്വത്രം. എതിർ ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പേ ക്രിസ്തുവിനെ നീ കാണണം. ഹല്ലേലൂയ. ഭൂമിയിലെ സിംഹാസനം കാണുന്നതിന് മുമ്പേ അവിടുത്തെ സിംഹാസനം കാണണം. അപ്പോൾ നിനക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ്. ഹല്ലേലൂയ. നീ പിന്നെ പേടിക്കത്തില്ല. ഞങ്ങൾക്കറിയാം, ഒരു രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഒരു കാഴ്ച കാണുകയാണ്. കാണുന്ന കാഴ്ച ഭൂമിയിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ. സ്തോത്രം. ഞാൻ കുറച്ച് മാത്രം കണ്ടു. ഞാൻ കണ്ടത് ആകാശത്തിൽ നിന്ന് വലിയ പാറ കഷണങ്ങൾ നിലത്തോട്ട് വീഴുന്നു. പാരാണ്ട് എന്നെ കൊണ്ടു നടക്കുകയാണ്. ഇതുകൊണ്ടുണ്ടായ സംഭവങ്ങൾ. ഇങ്ങനെ ഓരോ സ്ഥലത്തും പാറകൾ, ജനത്തെ ഒന്നും കാണാനില്ല, എല്ലായിടത്തും ശവങ്ങൾ നിരന്നു കിടക്കുക. ഞാൻ ഇന്നും ഓർക്കുന്നു, ഞാൻ കാണുന്ന കാഴ്ച ഒരു 3-3.5 വയസ്സുള്ള കൊച്ചു കുഞ്ഞ് ആ പാറയുടെ താഴെ ചതഞ്ഞു കിടക്കുന്നു. എന്നെ അത് പൊക്കി ആരാണ്ട് കാണിച്ചു. എന്റെ ഉള്ളം കിടന്ന് 2 ദിവസത്തേക്ക് എനിക്ക് ഉറക്കവും വേണ്ട, ഊണുമില്ല. ഞാൻ വല്ലാതെ ഭ്രാന്തനെ പോലെ നടക്കാൻ തുടങ്ങി. എന്റെ അകത്താകെ ഒരു വിഷമം. എപ്പോ കണ്ണടച്ചാലും ആ കാഴ്ച. നിങ്ങൾക്കറിയുമോ അതിന്റെ എത്ര മടങ്ങുള്ള കാഴ്ചകളാണ് യോഹന്നാനെ കാണിച്ചത്? യോഹന്നാൻ ഇതുപോലെ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ ദൈവം നേരത്തെ അവിടെ കൊണ്ടുപോയി ഒരു കാഴ്ച കാണിച്ചു കൊടുക്കുക. യോഹന്നാൻ ഇതെല്ലാം നടക്കുമ്പോൾ നീ ഒരു കാര്യം ഓർക്കണം. സ്തോത്രം. ഭൂമിയിൽ ഒരുത്തനല്ല ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഇവിടുത്തെ രാജാക്കന്മാരല്ല ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഇവിടുത്തെ കോൺഗ്രസ് ഒന്നും അല്ല ഇത് കൺട്രോൾ ചെയ്യുന്നത്. സ്വർഗത്തിലൊരു സിംഹാസനം. ആ കാഴ്ച കണ്ട ശുശ്രൂഷിക്കാൻ എളുപ്പമാ. ആ കാഴ്ച കണ്ട് ഇറങ്ങിപ്പോകാൻ എളുപ്പമാ. ആ കാഴ്ച കണ്ട ഭൂതത്തെ പുറത്താക്കാൻ എളുപ്പമാ. ആ കാഴ്ച കണ്ട രോഗിയെ സൗഖ്യമാക്കാൻ എളുപ്പമാ. കാരണം എനിക്കറിയാം, സ്തോത്രം, ഈ ഭൂമിയെ കൺട്രോൾ ചെയ്യുന്നത് ഒരു വ്യക്തിയല്ല, സ്വർഗത്തിൽ ഒരു സിംഹാസനമുണ്ട്. ഇന്ന് നമുക്ക് എന്റെ കുടുംബത്തിന് മീതെ ആ സിംഹാസനമുണ്ടെന്ന് വിശ്വസമക്കൾ മാത്രം ശബ്ദമുയർത്തി ആമേൻ പറഞ്ഞാൽ എത്ര പേർക്ക് ശുശ്രൂഷ ഇറങ്ങാൻ താല്പര്യമുണ്ട്? പക്ഷെ എത്ര പേർക്ക് ഉറപ്പുണ്ട് എന്റെ ജീവിതത്തെ തൊടുവാൻ ശത്രുവിന് സാധിക്കത്തില്ല, എന്റെ കുടുംബത്തെ തൊടുവാൻ ശത്രുവിന് സാധിക്കത്തില്ല? എന്താ കാര്യം? ഉയരത്തിലൊരു സിംഹാസനം ഇരിപ്പുണ്ട്. ആ കാഴ്ച കണ്ടാട്ടെ കണ്ടാട്ടെ കണ്ടാട്ടെ.
ഉടമന ഹസ്കജാന ദൈവത്താൽമടപെടുന്ന ആ സിംഹാസനത്തെ തൊടുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കത്തില്ല. അല്ലയോ എതിർ ക്രിസ്തുവേ, അല്ലയോ ഭൂതമേ, അല്ലയോ ലൂസിഫറെ, ആ സിംഹാസനത്തിന് മുമ്പിൽ എല്ലാ മുഴങ്ങാലും മടങ്ങാം. ഉടമന ഹസ്കജാന മഷിയാന. ഈ പുത്തൂറിനും കേരളത്തിന് മീതെ ഉയരുന്ന ദുർശക്തിയോട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഇന്ന് ധൈര്യമായി ഞങ്ങൾ വിരൽ ചൂണ്ടാൻ കാര്യം, നീയല്ല കേരളത്തെ ഭരിക്കുന്നത്, മറ്റൊരു സിംഹാസനമുണ്ട്. എത്ര പേർ കുറപ്പുണ്ട്? കേരളത്തിന് മീതെ വേറൊരു സിംഹാസനമുണ്ട്, ഇന്ത്യക്ക് മീതെ വേറൊരു ഇത് പോരാ, ഇത് പോരാ, ഇത് പോരാ. അത് വിശ്വ ദൈവമക്കൾ മാത്രം. ഒന്നുകൂടെ ചോദിക്കുകയാണ്, ഒന്നുകൂടെ എത്ര പേർക്ക് ആ കാഴ്ച കാണാൻ പറ്റും? എന്റെ കുടുംബത്തെ തൊടുവാൻ ശത്രുവിന് സാധിക്കത്തില്ല. എത്ര സിംഹാസനം പൊങ്ങി വന്നാലും അതിന് മുകളിൽ ഞാൻ വേറെ സിംഹാസനം. എന്റെ ശുശ്രൂഷ തൊടുവാൻ ശത്രുവിന് സാധിക്കത്തില്ല, എന്റെ സഭയെ തൊടുവാൻ ശത്രുവിന് സാധിക്കത്തില്ല. അതിന്റെ കാരണം ഞാൻ കാണുന്നു. ഹല്ലേലൂയ. ആ കാഴ്ചകൾ ദൈവമക്കൾ മാത്രം ഉറക്ക ദൈവത്തെ സ്തുതിച്ചു. സ്തോത്രം. ഞാൻ കാണുന്ന ഒരു കാഴ്ച. ഒരാൾക്ക് കൈയെടുത്ത് പറഞ്ഞാട്ടെ, ഞാനിതാ ഒരു ഉയർന്ന സിംഹാസനം കാണുന്നു. എന്റെ ഭാവി ആ സിംഹാസനത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. സ്തോത്രം. ദേശത്തിന് വിടുതൽ ആ സിംഹാസനത്തിൽ പുറപ്പെടുന്നത്. ഇന്ന് വളരെ ദൈവാത്മാ ഇടപെടുന്നു. ആ സിംഹാസനത്തിൽ ഒരാൾ ഇരിക്കുന്നേ നീ കാണുന്നുണ്ടോ? നീ കാണുന്നുണ്ടോ? നീ കാണുന്നുണ്ടോ? ഹല്ലേലൂയ. എൽ ഷഡായ് എന്ന നാമമുള്ളവൻ, ഉടമനമ ശബ്ദനാസിയാന, രാജാതി രാജാവ്, കർത്താതി കർത്താവ് അവിടെ ഇരിക്കുന്ന കാഴ്ച നീ കാണുന്നുണ്ടോ ബ്രദർ? സ്തോത്രം, സ്തോത്രം. വിശ്വ ദൈവമക്കൾ മാത്രം ദൈവത്തെ സ്തുതിച്ചോ. ഈ കാഴ്ച കാണുന്ന ദൈവമക്കളെ തൊടുവാൻ ശത്രുവിന് സാധിക്കത്തില്ല. അവരുടെ കുടുംബങ്ങളെ തൊടുവാൻ ശത്രുവിന് സാധിക്കത്തില്ല. ഞാനൊരു കാഴ്ച കാണുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറകെ ഇരിക്കുന്നവർക്ക് ഇത് തിരിയുന്നുണ്ടോ? സ്തോത്രം. ആമേൻ. തിരിയുന്നുണ്ടോ? രാമീൻ പറഞ്ഞാട്ടെ. ശ്രദ്ധിച്ചു കേൾക്കണമേ. നീ ഇനിയും കാണുന്നത് എതിർ ക്രിസ്തുവിനെ ആയിരിക്കും. നീ പിന്നെ കാണാൻ പോകുന്നത് ഭൂമിയിൽ വരുന്ന ആ പൈശാചിക വ്യാപാരത്തെ ആയിരിക്കും. പക്ഷെ അതൊന്നും കാണുമ്പോൾ നിനക്ക് ഒരു കൂശലുമില്ല. എന്താ കാര്യം എന്നറിയാമോ? അതിനേക്കാൾ വലിയ സിംഹാസനം, അതിനേക്കാൾ ഉയർന്ന സിംഹാസനം നീ കണ്ടിട്ടാ ഇങ്ങോട്ട് നിൽക്കുന്നത്. ഇന്ന് വളരെ ദൈവാത്മാ ഇടപെടുന്നു. ആ സിംഹാസനം കണ്ട ദൈവമക്കൾ മാത്രം ഉറക്കെ രാമീൻ പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തെ വിളിച്ചു പറയുന്നു. കേരളത്തിന്റെ ഭാവി ആ സിംഹാസനത്തിന് പുറപ്പെടാം. ഇന്ത്യയുടെ ഭാവി ആ സിംഹാസനം പുറപ്പെടാം. ദേശാന്ത ശക്തിയെ മുട്ടുമടക്കുക. ഒരാൾക്ക് കൈകൊടുത്ത് പറഞ്ഞാട്ടെ, ആ സിംഹാസനത്തിൽ നിന്ന് ചില ആലോചനകൾ പുറപ്പെടുന്നു. ഉടമന ഹൽക്കജ. ഞാൻ ആ സിംഹാസനം ഇന്ന് പകൽക്കാലം കാണുന്നു. രാജാതി രാജാവിന്റെ, ശക്തനായ ദൈവത്തിന്റെ, യഹോവ എൽ ഷഡായുടെ, യഹോവ നിസിയുടെ പാറകളെ പുലർന്ന ദൈവശക്തി. ഉടമന ഹൽക്കജ നമസിയാന. സീനായ് പർവ്വത്തെ കുലുക്കിയവന്റെ ഇതാ സാന്നിധ്യം ഞാൻ കാണുന്നു. അവനാണ് എന്റെ ഭാവിയെ നടത്തുന്നത്. എന്റെ കുടുംബം അവന്റെ കയ്യിലാണ്. എന്റെ അവന്റെ കയ്യിലാണ്. ഈ പകൽക്ക വിശ്വ ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എന്റെ ശുശ്രൂഷ ഒരു സഭയുടെ കയ്യിലല്ല, അവന്റെ കയ്യിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ വ്യക്തമായി ഇന്ന് വാക്ക് വിളിച്ചു പറയുകയാണ്. ഇത് വിശ്വസിക്കുന്ന മാത്രമേ, ഇത് സ്പിരിച്വൽ വാർഫെയറും കൂടി ആയതുകൊണ്ട് വളരെ വ്യക്തമായി കാണണമേ. ഈ സിംഹാസനം ഉയർന്നാൽ, എവിടെങ്കിലും ഉയർന്നാൽ, ബൈബിൾ പറഞ്ഞ 24 മൂപ്പന്മാർ അവിടെ സിംഹാസനത്തിൽ നിന്ന് നിലത്തോട്ടിറങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിംഹാസനത്തിന് മുൻപിൽ മറ്റ് സിംഹാസനങ്ങൾ ശൂന്യമാകും. ഇന്ന് പകൽക്കാല ദേശത്തിന്മേൽ വ്യാപരിച്ചുകൊണ്ട് വർഷങ്ങളായി ദേശത്തെ ഭരിച്ച ദുരാത്മ ശക്തികൾ ഈ രാത്രി സിംഹാസനത്തിൽ നിന്ന് തട്ടിത്താര വീഴാൻ പോകുകയാണ്. ദൈവമ ശക്തവൻ. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. കുടിയേറി പാർത്ത ദേശത്തെ ഭരിച്ച സാത്താന്യ ശക്തികൾ ഇന്ന് പകൽക്കാലം ഇത് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുക. അതിനേക്കാളും വലിയ സിംഹാസനം ഇത് ഉയരുന്നു.
പുത്തൂരിന്റെ മുകളിൽ, കൊല്ലത്തിന്റെ മുകളിൽ, കേരളത്തിന്റെ മുകളിൽ ഇതോ സിംഹാസനം ഉയരുന്നു. Are you ready to believe this? Are you ready to believe this? ഓ, എത്ര പേർ കാമി പറയാൻ തയ്യാറാണ്? ഒരു വലിയ സിംഹാസനം ഉയരുന്നു. ആ സിംഹാസനത്തിന് മുൻപിൽ ബാക്കി എല്ലാ സിംഹാസനത്തിൽ നിന്നും ആൾക്കാര് നിലത്തോട്ടിറങ്ങാം. എല്ലാം സിംഹാസനം ഉയരുന്നു. അത് കാണുന്ന മക്കൾ മാത്രം ഇവിടെ കയറി വരിക. ഞാൻ കാഴ്ചതിനെ കാണിക്കാൻ പോകുകയാണ്. ചെള്ളമേൽ അതിശക്തമായ ദൈവാത്മാവിന്റെ സാന്നിധ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. കൊടിയ വിടുതലുകൾ യേശുവിന്റെ നാമത്തില്. Are you ready? Hallelujah. നിർത്തരുത്. അവന്റെ മഹത്വത്തിനൊത്തവണ്ണം ആ കാഴ്ചകൾ ദൈവമക്കൾ, രാജാതി രാജാവും കർത്താതി കർത്താവുമായവനെ, സിംഹാസന ദൈവമക്കളെ, അവന് തക്ക മഹത്വം കൊടുത്തട്ടെ. സിംഹാസനിരിക്കുന്നവനെ ഒന്നും വെളിപ്പെടുത്തട്ടെ. ആരെങ്കിലും ആ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. ഉയർന്നിൽക്കുന്ന ഒരു കാര്യം ഒന്നുകൂടെ മുന്നോട്ട് പോകുന്നതിന് ഒരു കാര്യം പറയട്ടെ. മരിച്ചവരെ ഈ ദൈവം ഉയർപ്പിച്ചു. ഇപ്പോൾ അങ്ങനത്തെ ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ ഒരു കാലത്ത് ശത്രു എന്റെ ഉള്ളിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഉള്ളിൽ വന്നൊരു ശബ്ദമാണ്, നോക്കു മോനെ, ആ സിംഹാസനം ഒഴിഞ്ഞല്ല കിടക്കുന്നത്. അന്നിരുന്നവൻ ഇന്നും അവിടെ ഇരിപ്പുണ്ട്. അത് വിശ്വ ദൈവ മക്കൾ മാത്രം ഒന്ന് ഉറക്കെ ദൈവത്തെ സ്തുതിക്കുക. ആ സിംഹാസനം ഒഴിഞ്ഞിട്ടില്ല. ഒരിയാത്ത സിംഹാസനം. ഇനി നോക്കൂ, അവിടെ ഇരിക്കുന്നവനെ ഒന്ന് വർണ്ണിക്കുകയാണ്. രണ്ടാമത്തെ വാക്യം വായിച്ചാട്ടെ. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. സിംഹാസനത്തിന് ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശ്യമായ ഒരു പച്ചവില്ല്. മതി ശ്രദ്ധിച്ച് കേൾക്കണമേ. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ പ്രത്യേകത ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ലൈക്ക് എ സഫയർ സ്റ്റോൺ എന്ന് വെച്ചാൽ തീജ്വാല പോലാണ്. അവനെ കണ്ടാൽ ഒരു കാര്യം ഓർത്തോണേ, ശ്രദ്ധിച്ച് കേൾക്കണമേ. എല്ലാവരും കൊണ്ട് നോക്കിക്കട്ടെ പ്ലീസ്, ഒരു മിനിറ്റത്തേക്ക്. ഇസക്കിയേൽ ഒരു കാഴ്ച കണ്ടു. ഇതേ കാഴ്ചയാണ് ഇസക്കിയേൽ 1-ാം അധ്യായത്തിൽ കാണുന്നത്. ഇസക്കിയേൽ കണ്ട കാഴ്ച ഇതാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. തീജ്വാല പോലുള്ള ഒരു സിംഹാസനം. സ്വത്രം സ്വത്രം, തീജ്വാല പോലെ. അപ്പൊ സിംഹാസനം എങ്ങനെ ഇരിക്കുന്നത്? പറഞ്ഞാൽ സിംഹാസനം തന്നെ തീയ. സ്വത്രം സ്വത്രം സ്വത്രം, സിംഹാസനം തന്നെ. എന്നിട്ട് എസക്കിയേൽ പറയുകയാണ്, പക്ഷെ അതിന്റെ മണ്ടയ്ക്ക് ഇരിക്കുന്നവനും തീയ. അതെങ്ങനെ സാധിക്കുന്നത്? സിംഹാസനം തീയ, അതിന്റെ മണ്ടയ്ക്ക് ഇരിക്കുന്നവനും തീയ. നിങ്ങൾക്കറിയാമോ, ഒരു തീയുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, തീ ശക്തിയുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തീക്കകത്ത് ഒരുത്തനെ ഇരുത്തിയാൽ തീ വെളിപ്പെടും, ഇരിക്കുന്ന ആള് ചാമ്പലാകും. സ്വത്രം 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 സ്വത്രം, വിശ്വസിക്കുന്നുണ്ടോ? തീക്കകത്ത് എന്തിട്ടാലും തീ കുറച്ച് കഴിയുമ്പോൾ കത്തിക്കൊണ്ടിരിക്കും, ഇട്ടവൻ ചാമ്പലായിക്കൊണ്ടിരിക്കും, പിന്നെ കാണാൻ പറ്റത്തില്ല. സ്വത്രം സ്വത്രം. പക്ഷെ തീക്കകത്ത് 1-2 വസ്തുക്കൾ മാത്രം ഇട്ടാൽ അത് പിന്നെ നമുക്ക് കാണാം. നിങ്ങൾക്കറിയാമോ, ശക്തമായ തീക്കകത്ത് സ്വർണം ഇട്ടാൽ കുറച്ച് മിനിറ്റുകൾ ആ സ്വർണം നമുക്ക് കാണാം. എന്താ കാര്യം? സ്വർണത്തിനും ബ്രൈറ്റ്നെസ് ഉണ്ട്. സ്വത്രം 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 സ്വത്രം, സ്വർണത്തിനും പ്രകാശമുണ്ട്. ആ പ്രകാശം സ്വർണം അങ്ങ് പ്രദർശിപ്പിക്കും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ സ്വർണം പോക്കാം. ചില ബ്രൈറ്റ് ആയിട്ട് ഒബ്ജക്റ്റുകൾക്ക് മാത്രമേ അതിനകത്തിട്ടാൽ വെളിപ്പെട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, കർത്താവ്, തീയുടെ സിംഹാസനത്തിൽ ഒരുത്ത് ഇരുന്നാൽ പിന്നെ എങ്ങനെ കാണുന്നത്? ദൈവം എന്നെ പറഞ്ഞു, ഈ തീയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്ന അതിനേക്കാളും വലിയ തീയ. ഈ തീയെ കത്തിക്കുന്ന തീയാണ് മറ്റേ തീയ. അത് മനസ്സിലാകും ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. ഈ തീയെ കത്തിക്കുന്ന തീയാണ് ആ തീ. സ്വത്രം. ഞാൻ പലപ്പോഴും ഓർത്തുണ്ട്, എങ്ങനാണോ ആ രാജാവ് തീക്കകത്തിട്ടവരെ 4 പേരും കണ്ടത്.
സ്വത്രം സ്വത്രം. കാരണം തീക്കകത്ത് ഒരുത്തം വീണാൽ പിന്നെ അവനെ കാണാൻ കിട്ടത്തില്ല. പക്ഷെ നിങ്ങൾക്കറിയാം നാലാമന്റെ പ്രത്യേകത, അവൻ തീക്കകത്തൂടെ നടന്നാൽ അവൻ തന്നെ തീ ആയതുകൊണ്ട്, ഓ സ്തോത്രം, ആ തീയേക്കാളും വലിയ തീയാണ് തീക്കകത്തൂടെ നടക്കുന്നത്. വിശുദ്ധ മക്കൾക്കായി ദൈവത്തെ ശക്തി ശക്തി. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. മനസ്സിലാവും ദൈവമക്കൾ ആമീൻ പറഞ്ഞാട്ടെ. പക്ഷെ ദൈവമ്മ പറഞ്ഞ കർത്താവേ, അങ്ങക്ക് മാത്രമേ ഈ പ്രത്യേകത ഉള്ളല്ലോ കർത്താവേ. എന്നിട്ട് തീക്കകത്തിട്ടാൽ തീ കുറയും, തീക്കകത്തിട്ടവൻ തീയായി മാറും. സ്വത്രം സ്വത്രം. എന്നിട്ട് ഈ തീയെ ദഹിപ്പിക്കുന്ന മറ്റേ തീയ. നിങ്ങൾക്കൊന്നും ബുദ്ധി കൂടി ചിന്തിക്കാൻ, നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റത്തില്ല. തീയെ ദഹിപ്പിക്കുന്ന വേറെ തീയെന്ന്. സ്വത്രം സ്വത്രം. പക്ഷെ ഇതിന്റെ പ്രത്യേകത ഇന്ന് രാവിലെ സംഭവിക്കാൻ പോകുന്നത്, ഈ വന്ന നാലാമന് മാത്രമല്ല ഗുണം കിട്ടിയത്. കുറച്ച് കഴിയുമ്പോൾ രാജാ പറയുക, ഞാൻ 4 പേരെയും കാണുന്നു. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, അവന്റെ മേലുള്ള ശക്തി അവൻ മറ്റുള്ളവർക്ക് വ്യാപരിപ്പിച്ചു. ഹല്ലേലൂയ. അവന്റെ അഭിഷേകം 3 പേരിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങി. അതാണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നത്. മോശേ, നിന്റെ ദൈവത്തിന്റെ പ്രകാശം നിന്റെ മുഖത്തുനിന്ന് വെളിപ്പെട്ടതുപോലെ ഈ 3 പിള്ളാരുടെ മേൽ വ്യാപരിച്ചത് ദൈവത്തിന് മാത്രമുള്ള ഗുണമാണ്. തീക്കകത്തിട്ടാലും തെളിഞ്ഞു നിൽക്കുന്ന ഗുണം. എനിക്കത് എത്ര പേർക്ക് മനസ്സിലായെന്ന്. ഇത്തി കട്ടിയുള്ള കാര്യങ്ങൾ ഇവിടെ പറയാൻ പറ്റുമോ? സ്വത്രം 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 സ്വത്രം. തീക്കകത്തിട്ടവന്റെ മേൽ ആമീൻ ആമീൻ. യേശു ഇന്ന് പകൽക്ക് ഇവിടെ വന്നിരിക്കുന്നത്. യേശു പറയാൻ, ഇനി മുതൽ നീ ഒരു തീ കൂടെ പോയി കഴിയുമ്പോൾ നിന്റെ മേൽ വ്യാപരിക്കുന്ന തീ മറ്റേ തീയെ കെടുത്തിക്കളയും. സ്വത്രം. മറ്റേ തീ നിന്റെ തീയെ കണ്ട് പേടിക്കാൻ പോകുക. ഓ, ഈ അഭിഷേകം ദൈവമക്കൾ മാത്രം. എന്റെ പിന്നാലെ ഒരുത്തം വരുന്നു. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും അഭിഷേകം ചെയ്യാൻ പോകുകയാണ്. അത് ദൈവമക്കൾ ഉറക്കെ ആമീൻ പറഞ്ഞാട്ട് ആ അഭിഷേകം ജനം പറയാൻ പോകുകയാണ്. യേശു നടന്നപ്പോൾ അത്ഭുതങ്ങളൊക്കെ നടന്നു. സ്തോത്രം. ഇപ്പൊ 2000 വർഷം കഴിഞ്ഞു, അത് നടക്കത്തില്ല. ഇനി അങ്ങനെയല്ല പറയാൻ പോകുന്നത്. യേശുവിനെ കാണുന്നു, അതുപോലെ തന്നെ വേണ്ടത് ശദ്രക്കിനെ കാണുന്നു, അതുപോലെ തന്നെ മേശക്കിനെ കാണുന്നു, അതുപോലെ തന്നെ അബേദ്നെഗോവിനെ. കമോൺ, ഹല്ലേലൂയ. പറഞ്ഞാട്ട് ആരും പറയും, എന്നെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം സ്തോത്രം. വിശ്വ ദൈവമക്കൾ മാത്രം ആമീൻ. ദിസ് ഈസ് പവർഫുൾ. എത്ര പേർക്ക് മനസ്സിലായി എനിക്കറിയത്തില്ല. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിനെ കണ്ടതുപോലെ തന്നെ ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും ആൾക്കാർ കാണാൻ തുടങ്ങി. സ്തോത്രം. യേശുവിനെ തീക്ക് ചാമ്പലാക്കാൻ പറ്റത്തില്ലെങ്കിൽ ശദ്രക്കിനെ തൊടുവാൻ പറ്റത്തില്ല, മേശക്കെ തൊടുവാൻ പറ്റത്തില്ല. ഇത് അതേ തീയ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. എനിക്കിതൊക്കെ വിശദീകരിക്കണമെന്നുണ്ട്. അതുകൊണ്ട് യേശു പറഞ്ഞു, ആ തീ നിങ്ങളുടെ മേൽ ദൈവം അയക്കാൻ പോകുക. എന്തോ തീ എന്നറിയാമോ? നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന തീ മറ്റേ തീയെ വിഴുങ്ങുന്ന തീയ. ഓ റബിക്കണ്ടലോറിയ. തീക്കകത്തിട്ടാൽ നിങ്ങളെ കാണും, കുറച്ച് കഴിയുമ്പോൾ തീയെ ആൾക്കാർ കാണത്തില്ല. നിങ്ങൾ തീയേക്കാളും ബ്രൈറ്റായി മാറാൻ പോകുക, തീയേക്കാളും ശക്തിയായി മാറാൻ പോകുക, തീയേക്കാളും ചൂട് കൂടാൻ പോകുകയാണ്. ഹല്ലേലൂയ. എനിക്ക് തീയുടെ അഭിഷേകമൊക്കെ തുടരണമെന്നുണ്ട്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഇവിടുന്ന് പോകാൻ പോകുകയാണ്. അവിടെ ഒന്നിരുന്നാട്ടെ മുന്നോട്ട് പോകട്ടെ. ഇനി അടുത്തതായിട്ട് 4-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 4-ാം വാക്യം എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്? എത്രക്ക് മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം. ദൈവത്തിന്റെ പ്രത്യേകത, സിംഹാസനം തന്നെ തീയ, അതിനെ മണ്ടക്കിരിക്കുന്നവനും. സ്തോത്രം. എന്നാൽ സിംഹാസനത്തിലെ തീയേക്കാളും വലിയ തീയ മറ്റതായതുകൊണ്ടാ കാണാൻ പറ്റിയത് അല്ലെ, കാണാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇനി മുന്നോട്ട് പോകട്ടെ. സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം, വെള്ളയുടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം. സിംഹാസനത്തിൽ നിന്നും മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ഇതാ നിങ്ങൾക്ക് ഇന്ന് ഇത് കേൾക്കച്ചുള്ള സന്തോഷിക്കാൻ പോകുക. എനിക്ക് വേദപുസ്തകത്തിൽ പലപ്പോഴും പിടികിട്ടാത്തൊരു ഭാഗം ഉണ്ടായിരുന്നു. പിടികിട്ടാത്തത്, എന്നെങ്കിലും ഇസ്രായേൽ ജനം പ്രതികൂലത്തിൽ കൂടെ പോകുമ്പോൾ അവർ ദൈവത്തിനെ പ്രാർത്ഥിക്കും. ദൈവം ഇടിയും മിന്നലും അയച്ച് ശത്രുക്കളെ ഉന്മൂലനാശം ചെയ്തു.
ഞാൻ പലപ്പോഴും ഓർത്തുകൊണ്ട് കർത്താവ് ഇത് എവിടുന്നത് ഇത് പുറപ്പെടുന്നത് ഇപ്പൊ മനസ്സിലായത് സിംഹാസനത്തിന് മുമ്പിൽ നിന്നാണ് ഇടിയും സ്തോത്രം മിന്നലും പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇത് ആകാശത്ത് ഇടിയല്ല, ഇത് വിശ്വദൈവമക്കൾ മാത്രം ആമേൻ പറഞ്ഞാട്ടെ. എന്ന് വെച്ചാൽ എന്റെ പ്രാർത്ഥന സ്വർഗത്തിൽ എത്തുമ്പോൾ സിംഹാസനത്തിന് മുമ്പിൽ നിന്ന് ദൈവം മിന്നൽ, നാം വലിയ മുഴക്കം, ഇടിമുഴക്കം ദൈവത്തെ സിംഹാസനം മുമ്പിൽ നിന്ന് ഇങ്ങനെ പുറപ്പെടാൻ തുടങ്ങാം. ഇന്ന് നമുക്ക് എനിക്കൊരു പ്രവചന വാക്കുണ്ട്. ഇവിടെ പ്രാർത്ഥന ഉയരുമ്പോൾ സിംഹാസനത്തിൽ നിന്ന് പുത്തൂറിന് മീതെ, കൊല്ലത്തിന് മീതെ ദൈവത്തിന് ഇടിമുഴക്കവും മിന്നലും പുറപ്പെട്ടുകൊണ്ടിരിക്കുക. അത് വിശ്വദൈവമക്കൾ മാത്രം ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിങ്ങൾക്ക് ഇനിയും ഭയമുണ്ടോ ശുശ്രൂഷ ഇറങ്ങാൻ? ദാവീദ് പറയുന്നുണ്ട്, ഞാൻ എന്റെ കഷ്ടത്തിൽ യഹോവയോട് നിലവിളിച്ചു, എന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തി. ബാക്കി പിന്നെ പറയണ്ട, സ്വർഗത്തിലെത്തി. ഭൂമി കിടുകിട വിറച്ചു, ആകാശം കുലുങ്ങി, ഇടിമുഴക്കും മിന്നലും ദൈവത്തിന് പുറപ്പെട്ടു. യഹോവ കോപിച്ചിരിക്കുക. ഇതുവരെ നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിലെ സിംഹാസനത്തെ മുട്ടുമ്പോൾ അവിടുന്ന് പുറപ്പെടുകയാണ് മിന്നലും ഇടിമുഴക്കവും. അഭിഷേകമൊക്കെ മാത്രം ദൈവത്തെ സ്തുതിച്ചാട്ടെ. കമോൺ. ഒരിക്കൽ ശമൂവേൽ ആരാധന നടത്തുകയാണ്. നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഫിലിസ്ത്യർ തകർക്കാൻ വേണ്ടി അടുത്തു വന്നു. ബൈബിൾ പറയുന്നു, ശമൂവേൽ ആരാധന തുടർന്നു. ശത്രു വരുന്ന കണ്ടിട്ട് ആരാധന നിർത്താ ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. അവൻ ആരാധന തുടർന്നു. ദൈവം ഉയരത്തിന് മിന്നലയച്ച് ആ ഫിലിസ്ത്യരെ ഉന്മൂലനാശം ചെയ്തു. അപ്പോൾ ശമൂവേൽ വിളിച്ചു പറഞ്ഞു, എബിനേസർ, ഇത്രത്തോളം യഹോവ സഹായിച്ചു. Are you ready today? നിങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ വന്ന ശത്രുവിന് മീതെ മിന്നൽ പുറപ്പെടുന്ന പകൽക്കാലം. അനുസനല്ല പുറപ്പെടുവിക്കുന്നത്, സിംഹാസനത്തിൽ നിന്ന്. സിംഹാസനത്തിൽ നിന്ന്. എല്ലാ കണ്ണുകളും ആ സിംഹാസനത്തെ കാണട്ടെ. സിംഹാസനത്തിൽ നിന്ന് ദേശാന്ത ശക്തികളെ തകർക്കുന്ന, ആഭിചാര ശക്തികളെ തകർക്കുന്ന, നിന്റെ രോഗമിടുന്ന ദുരാത്മാനെ തകർക്കുന്ന, കുഞ്ഞുങ്ങളെ തകർക്കുന്ന ശത്രുവിനെ തകർക്കുന്ന ഇതാ മിന്നലും മുഴക്കം സിംഹാസനത്തിൽ പുറപ്പെട്ടുകൊണ്ടിരിക്കുക. അത് വിശ്വദൈവമക്കൾ മാത്രം കൈകൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. It's coming from the kingdom. Hallelujah. Amen. വിശ്വസിച്ച് ഇപ്പോൾ മിന്നൽ പുറപ്പെട്ടുകൊണ്ടിരിക്കുക. അത് കാണിക്കാനാ യോഹന്നാനെ കയറി വാ എന്ന് വെച്ചാൽ, നിനക്കെതിരെ ശത്രു വന്നാൽ അതിനെ തകർക്കാൻ എന്റെ സിംഹാസനത്തിൽ നിന്ന് ഞാൻ മിന്നലയക്കും. നീ ആ കാഴ്ച കണ്ടേ മതിയാകും. നിന്നെ തൊടുവാൻ ശത്രു സാധിക്കത്തില്ല. അത് വിശ്വദൈവമക്കൾ ആമേൻ പറഞ്ഞാട്ടെ. സ്വർഗത്തെ സിംഹാസനത്തിൽ നിന്ന്. ഇനി ഒന്നുകൂടെ കാര്യം പറഞ്ഞിട്ട് ഞാൻ വിശ്വം ദൈവം പിന്നെ എപ്പോഴും തുടരാം. ഇൻട്രഡക്ഷൻ മാത്രമേ എത്തിയിട്ടുള്ളൂ. സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കണമേ. ആമേൻ. ഹല്ലേലൂയ. എനിക്കൊരു വലിയ ചോദ്യമുണ്ട്. കർത്താവേ, യോഹന്നാൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഇടിയും മിന്നലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരവിടെ നിൽക്കുന്നത്? ഓടിപ്പോത്തില്ലയോ? സ്വത്രം. നിങ്ങൾ രാത്രി എത്ര പേർക്ക് സുഖമാ ഇടിയും മിന്നൽ കണ്ടോണ്ട് ഇങ്ങനെ രസിച്ചിങ്ങനെ കിടക്കാൻ? നമ്മൾ ഉള്ളിൽ ഇങ്ങനെ മുഴങ്ങും. സ്തോത്രം. നല്ലൊരു ഇടിയും മിന്നലും വന്നാൽ യോഹന്നാൻ എങ്ങനെയാണോ അവിടെ നിന്നത് എനിക്കൊന്ന് അറിയണമെന്നുണ്ട്. കാരണം ഞാനിന്ന് അങ്ങോട്ട് പോവുക. എനിക്കറിയണം ഈ യോഹന്നാൻ എങ്ങനെ അവിടെ നിൽക്കാൻ പറ്റിയെന്ന്. കാരണം ഭയാനകമായ കാഴ്ച, ഇടിയും മിന്നലെല്ലാം വന്നുകൊണ്ടിരിക്കുക. ഞാൻ ഇങ്ങനെ ദൈവത്തിന് ചോദിച്ചുകൊണ്ടിരിക്കുക. കാരണം നമ്മൾ ബൈബിൾ കോളേജിൽ പോയിട്ട് എന്തെങ്കിലും ദൈവം പഠിപ്പിക്കണമെങ്കിൽ നേരിട്ട് പഠിപ്പിച്ചേ പറ്റൂ. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം എൻ്റെ ഉള്ളിൽ പറഞ്ഞത് വായിച്ചു നോക്കി. അവിടെ പ്രത്യേക കാര്യം കൊടുത്തിട്ടുണ്ട്. ഇസെക്കിയേൽ 1:26 ഇവിടെയും സെയിം വാക്യമാണ് കൊടുത്തിരിക്കുന്നത്. ഐ മീൻ, ആ സിംഹാസനത്തിന് മുമ്പിൽ ഒരു മഴവില്ല്. ആ മഴവില് കണ്ടപ്പോൾ യോഹന്നാന് അടുത്ത് ചെല്ലാൻ ഒരു സുഖം. കാരണം പണ്ട് ദൈവം ഒരു വാക്ക് പറഞ്ഞു, എന്തെങ്കിലും നീ മഴവില് കണ്ട ഓർത്തോണം, ഞാൻ നിന്നെ നശിപ്പിക്കത്തില്ല. എത്ര പേർക്ക് മനസ്സിലായി എനിക്കറിയത്തില്ല. മഴവില് കാണുമ്പോൾ ഓർത്തോണം, ഞാൻ നിന്നെ തകർക്കത്തില്ല. യോഹന്നാനെ, നീ ആ കാഴ്ച കണ്ടാട്ട് വിശ്വദൈവമക്കൾ മാത്രം ദൈവത്തെ സ്തുതിക്കും.
അമ്മോൺ, എനിക്കറിയാം എത്ര പേർക്ക് മനസ്സിലായെന്ന്. മരവിന്റെ അർത്ഥം വാഗ്ദത്തം പറഞ്ഞവൻ മാറത്തില്ല. മരവിന്റെ അർത്ഥം എന്റെ അടുത്തേക്ക് വരിക, ഞാൻ നിന്നെ കൈവിടത്തില്ല. എന്റെ കാര്യം തുറന്നു പറയട്ടെ, വേറെ വളരെ ആഴമായി ഒന്നും ചിന്തിക്കേണ്ട. പലപ്പോഴും ജീവിതത്തിന്മേൽ പല കുറവുകൾ വന്നിട്ടുണ്ട്. അമ്മ അത് കഴിഞ്ഞിട്ടായിരിക്കും സുശിഷിലേക്ക് ദൈവസാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. എന്റെ ഹൃദയം കിടന്ന് പിടച്ചുകൊണ്ട് പറഞ്ഞ കർത്താവേ, ഞാൻ ഇവിടുന്ന് ഓടിപ്പോവുകയാണ്. പെട്ടെന്ന് ദൈവം എന്നെ ആ മരവിൽ കാണിക്കും. ആ മരവിൽ എന്ന് പറഞ്ഞാൽ എന്റെ വാഗ്ദത്തം. എന്തോ എന്റെ വാഗ്ദത്തം. സ്തോത്രം. എന്റെ അടുത്ത് വരുന്ന ഒരുവനെയും ഞാൻ ഒരു നാളും കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. ഹല്ലേലൂയ. അത് കണ്ടാ പിന്നെ എനിക്ക് സിംഹാസനത്തിൽ പോകാൻ ഭയമില്ല. അത് വിശുദ്ധ ദൈവമക്കൾ മാത്രം ഒരു ആമീൻ പറഞ്ഞാട്ട് മരവില്ല. ഇന്ന് നമുക്ക് സിംഹാസനത്തിന്റെ അടുത്തേക്ക് ശുശ്രൂഷ പ്രാപിക്കുവാൻ ചെറുപ്പക്കാർ നടന്നു വരുന്ന കാഴ്ച ദൈവം എന്നെ കാണിക്കുന്നു. പക്ഷേ സിംഹാസന മുമ്പിലുള്ള മിന്നലും ആ മുഴക്കം കണ്ട് ഭയപ്പെട്ട് നിൽക്കുക. പക്ഷെ ദൈവം പറഞ്ഞു, ഭയപ്പെടണ്ട, മരവില്ല് കണ്ടാട്ടെ. ആ മരവിൽ നിന്നോട് പറയുന്നത്, സ്തോത്രം, എന്റെ വാഗ്ദത്തം മാറിയിട്ടില്ല. എന്റെ അടുത്ത് വരുന്ന ഒരുവനെയും ഞാൻ തകർക്കത്തില്ല. അതുകൊണ്ട് ധൈര്യപൂർവം കൃപാസനത്തോട് അടുത്തു ചെല്ലുവാൻ ദൈവം ഇത് വിളിച്ചു പറയുകയാണ്. വിശുദ്ധ ദൈവമക്കൾ മാത്രം ആമീൻ പറഞ്ഞാട്ട്, you have a rainbow. Oh, I see the rainbow. I see the rainbow. I see the rainbow of God's promise. ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ റെയിൻബോ ഞാൻ കാണുന്നു. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പ്രവചിക്കും. നിങ്ങളുടെ ചെറുപ്പക്കാർ ദർശനം കാണും. ഓ, ആ മരവിൽ ഞാൻ കാണുന്നു. വാഗ്ദത്തത്തിന്റെ മരവിൽ ഞാൻ കാണുന്നു. ഇന്ന് ആ കാഴ്ചകൾ ദൈവമക്കൾ ധൈര്യമായി സിംഹാസനത്തെ കയറി തൊട്ടോ. സ്തോത്രം, 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 സ്തോത്രം. അഭിഷേകം വ്യാപരിക്കാൻ പോകുകയാണ്. ശക്തി വ്യാപരിക്കാൻ പോകുകയാണ്. എനിക്കടുത്ത് എങ്ങനെ മുന്നോട്ട് പോകുന്നു എനിക്കറിയത്തില്ല. എങ്ങനെ ഇത് പറയുന്നത് പോലും എനിക്കറിയത്തില്ല. എൻ്റെ അകത്ത് ഒത്തിരി ശക്തമായി ദൈവം സംസാരിക്കുന്നു. നിങ്ങളുടെ വാക്യം വേണമെങ്കിൽ നാളെ വീട്ടിൽ ചെന്ന് ഇന്ന് വീട്ടിൽ നിന്ന് വായിച്ചോ. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിലൊക്കെ കിടപ്പുണ്ട്. അടുത്ത സംഭവം സ്വർഗത്തിൽ നടക്കുന്നുണ്ട്. എല്ലാവരും ഇതിലൂടെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. യോഹന്നാൻ കാഴ്ച കാണുന്നു. സ്വർഗത്തിൽ ദൂതന്മാർ നിൽക്കുന്നു. അവിടെ കയ്യിൽ ധൂപകലശം. എല്ലാവരും നോക്കിക്കാട്ടെ. ആ ധൂപകലശത്തിനകത്ത് ഒരു പുക പോകുന്നു. ബൈബിൾ പറയുന്നു അത് പ്രാർത്ഥന, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന. ഒരു ധൂപകലശമായി, ധൂപകലശത്തിൽ നിറച്ച് പുകയായി സ്വർഗത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന ഇപ്പോൾ സ്വർഗത്തിൽ പുകയായി ദൂതന്മാർ പറത്തിക്കൊണ്ടിരിക്കുക. അത് വിശ്വ ദൈവമക്കൾ മാത്രം ഉറക്കെ രാമ്യം പറഞ്ഞാട്ടെ. സ്വർഗീയ കാഴ്ച കണ്ടാട്ടെ, സ്വർഗീയ കാഴ്ച കണ്ടാട്ടെ. ദൈവമേ, ഉണർവഹിക്കണമേ, എന്നെ ശക്തമായിട്ട് ഉപയോഗിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇത് സ്വർഗത്തിൽ പൊക്കിക്കൊണ്ടിരിക്കുക. അത് കാണും ദൈവമക്കൾ മാത്രം ഒരിക്കൽ കൂടി ആമീൻ പറഞ്ഞാട്ടെ. നിങ്ങൾ നോക്കൂ, ഇതാ ഓർക്കുക, ആ ധൂപകലശം പാത്രം. അതിൻ്റെ അകത്ത് പ്രാർത്ഥന നിറച്ച്, പുത്രനിൽ നിന്ന് പ്രാർത്ഥന നിറച്ച് ദൂതന്മാർ ദൈവസനിൽ യാഗം കഴിക്കുകയാണ്. ശ്രദ്ധിക്കണമേ, അത് സ്വർഗത്തിൽ എത്തുമ്പോൾ സുഗ്രാഹ്യമുള്ളതായിരിക്കണം. മണം നല്ല മണമായിരിക്കണം. അതുകൊണ്ട് കാപട്യമുള്ള പ്രാർത്ഥനയാണ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവം പറയും, ചീഞ്ഞ് നാലുന്നു മാറ്റമുണ്ട്, ആ പുക എനിക്ക് വേണ്ട. ബൈബിൾ പറയുന്നു, ഒരുത്തൻ ചെന്ന് പ്രാർത്ഥിക്കാൻ ചെന്നു, മൊത്തം സെൽഫ് റൈറ്റസ്നെസ്, എന്റെ മിടുക്കെന്നൊക്കെ പറഞ്ഞ് ദൈവം പറഞ്ഞു, അവൻ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ അവൻ ശിക്ഷിക്കപ്പെട്ടവനായി മടങ്ങിപ്പോയി. സ്തോത്രം. എന്നാൽ ഒരുത്തൻ പറഞ്ഞു, ദൈവമേ, ഞാൻ നിൽക്കുന്ന കൃപയാലാണ്. ഇന്ന് പറയാൻ ആ പ്രാർത്ഥന ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. സ്തോത്രം. ഇവിടാണ് നിങ്ങളുടെ ആത്മീയ കണ്ണുകൾ കാണേണ്ടത്. ഈ പാത്രത്തിനകത്ത് ഉയർന്ന പുക, ആ ധൂപകലശം അല്ലെ പ്രാർത്ഥന അവിടെ കത്തിച്ചു കഴിഞ്ഞപ്പോൾ അതേ പാത്രത്തിനകത്ത് ദൂതന്മാർ തീ നിറച്ചു. ഏത് പാത്രത്തിൽ നിന്റെ പ്രാർത്ഥന നിറച്ചോ അതേ പ്രാർത്ഥനയ്ക്കകത്ത് തീ നിറച്ചിട്ട് ദൂതൻ ഭൂമിയിലേക്ക് അയച്ചു. ഹല്ലേലൂയ. സ്വർഗത്തിലേക്ക് ഏത് പാത്രത്തിൽ നിന്റെ പ്രാർത്ഥന നിറച്ചോ
ആ പാത്രത്തിൽ തന്നെ ദൈവദൂതന്മാർ തീ നിറച്ച് ഭൂമിയിലേക്ക് അയച്ചു. ചുമ്മാതല്ല, ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ തീ ഇറങ്ങി വന്നത്. ഇന്ന് വളരെ നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തുമ്പോൾ ആ തീയായിട്ട് മടങ്ങി വരാൻ പോകുകയാണ്. വിശ്വസിച്ചാട്ടെ. എന്ന് വെച്ചാൽ നിങ്ങളുടെ കുടുംബത്തിന് മീതെ അത് തീയായിട്ട് മടങ്ങി വരാൻ പോകുക. തീ വന്ന രണ്ട് കാര്യം നടക്കും. ഒന്ന്, ചെള്ളമേൽ ശക്തമായ അഭിഷേകം ഉണ്ടാകും. പരിശുദ്ധമ്മന് തീ ദൈവം അയക്കാൻ പോകുക. പക്ഷെ നിങ്ങൾ ഇവിടുന്ന് അയക്കുന്ന പ്രാർത്ഥനയാണ് തിരിച്ചു വരാൻ പോകുന്നത്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് അങ്ങോട്ട് അയക്കാൻ? Come on everybody. ഹല്ലേലൂയ. സ്വർഗത്തിൽ ദൂതന്മാർ ആ പാത്രത്തിൽ തന്നെ തീക്കട്ട നിറച്ചു ഭൂമിയിലേക്ക് അയച്ചു. ഇന്ന് നമുക്ക് ഇവിടുന്നുള്ള പ്രാർത്ഥനയുടെ വിടുതൽ ഇന്ത്യയിൽ വ്യാപരിക്കാൻ പോകുക. നോർത്ത് ഇന്ത്യയിൽ വ്യാപരിക്കാൻ പോകുക. തീ വ്യാപരിക്കാൻ പോകുക. തീ ജ്വാല കത്താൻ പോകുക. എത്ര പേർക്ക് മനസ്സിലാവുന്ന എനിക്കറിയത്തില്ല. എന്റെ പ്രാർത്ഥന മടങ്ങി വരാൻ പോകുക തീയായിട്ട്. ആ തീ വന്നാൽ ജനമെല്ലാം വിളിച്ചു പറയും, യഹോവയാണ് ദൈവം, ബാലല്ല ദൈവം, യഹോവയാണ് ദൈവം, യഹോവയാണ് ദൈവം. ആ അഭിഷേകം അതിനെ വ്യാപരിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. നിന്നെ ഉയർത്താനല്ല തീ, ദൈവത്തെ ഉയർത്താൻ തീ. How many of you want a ministry that will bring fire from heaven? സ്വർഗത്തിൽ തീ ഇറക്കുന്ന ശുശ്രൂഷ എത്ര പേർക്ക് വേണം? കൈ ഉയർത്തി പിടിച്ചാട്ടെ, കൈ ഉയർത്തി പിടിച്ചാട്ടെ. തീ വാരി എറിയാൻ പോകുക. ഇതുപോലെ ബ്രദർ, നിങ്ങൾ പാട്ട് പാടുമ്പോൾ ആ കീബോർഡ് വായിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ ഇങ്ങോട്ട് ഇറങ്ങട്ടെ. സ്തോത്രം, സ്തോത്രം. അപ്പോൾ ജനമെല്ലാം വിളിച്ചു പറയും, യഹോവയാണ് ദൈവം, യഹോവയാണ് ദൈവം. ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? എനിക്കൊരു ശുശ്രൂഷ വേണമേ. മടങ്ങി വരാൻ പോകുക, മടങ്ങി വരാൻ പോകുക, മടങ്ങി വരാൻ പോകുക. ഏലിയാവേ, നിന്റെ പ്രാർത്ഥന മുൻപിൽ, നിന്റെ പ്രാർത്ഥന സ്വർഗത്തെത്തിയപ്പോൾ അതേ പാത്രത്തിനകത്ത് തീ നിറച്ച് ദൈവം ദൂതനോട് പറഞ്ഞു തിരിച്ചിങ്ങോട്ട് ഭൂമിയിലേക്ക് അയക്കാൻ പറഞ്ഞു. തീ കത്തിയപ്പോൾ ജനം വിളിച്ചു പറയുക, യഹോവ ദൈവമാകുന്നു. ഇന്ന് പകൽക്കാലം ദേശത്ത് ശബ്ദം ഉയരാൻ പോകുക. ഓ, കേരളത്തിൽ ശബ്ദം ഉയരാൻ പോകുക. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. യേശുവാണ് യഥാർത്ഥ ദൈവം. ഈ ശബ്ദം ഉയരാൻ പോകുകയാണ്. വിശുദ്ധ ഉറക്കി രാമീൻ പറഞ്ഞാട്ടെ. എല്ലാ കണ്ണുകളും അടയട്ടെ. ഇവിടെ കയറി വരിക. ഈ കാഴ്ച സ്വർഗത്തിൽ കാണുന്ന കാഴ്ചയാ, ഭൂമിയിലല്ല. മേലാൽ നടക്കാൻ പോകുന്നത് ഞാൻ നിന്നെ കാണിക്കാൻ പോകുക. നീ ഒരു കാഴ്ച കാണണം. നിന്റെ പ്രാർത്ഥന ദൂതന്മാർ കൈക്കൊണ്ട് കർത്താവ് ഇപ്പോൾ തീ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ. ചില നാവിന്മേല തീ ഇറങ്ങട്ടെ, ചില കരങ്ങളുമില്ല തീ ഇറങ്ങട്ടെ, ചില കുടുംബങ്ങളുമില്ല തീ ഇറങ്ങട്ടെ, ചില ശുശ്രൂഷ തീ ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് വലിയ അഭിഷേകം. ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. കുടുംബങ്ങൾക്കെതിരെ വ്യാപിച്ച ആഭിചാര ശക്തികൾ ഇപ്പോൾ ബന്ധമാറിക്കൊണ്ടിരിക്കുക. അഗ്നിജ്വാലക്കത്തെ കണ്ണുള്ളവൻ, ഇവ വെള്ളോട് സദൃശന കാലുള്ളവൻ, ഇവ ജനത്തിൽ വീട് നടന്നുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ. ഇപ്പോൾ കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. ഇപ്പോൾ യേശുവിന്റെ അത്ഭുതം നടക്കട്ടെ. You have an anointing, brother. Anointing, anointing in the name of Jesus. Jesus, 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 Jesus.
കയറി വരിക. ശ്രദ്ധിക്കണമേ. ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തുടരണമെങ്കിൽ തുടരാം. സ്തോത്രം. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ച് ഇവിടെ നിർത്തി. അത് കഴിയുമ്പോൾ ദൈവദാസന്മാർക്ക് ദൈവം നടത്തുന്ന പോലെ യു ക്യാൻ കണ്ടിന്യൂ. Be a part. Be a blessing.